കാര്യങ്ങളാണ് ഇന്ന് കമ്പനിയിൽ സംഭവിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാർക്കറ്റിംഗ് ഹെഡായ ദിനുരാജ് സാറ് നമ്മളോട് നേരിട്ട് സംസാരിക്കുവാൻ വേണ്ടി മുഖാമുഖം കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാറും ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും അലേർട്ട് ആയിട്ടിരിക്കുക. നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ ചാലഞ്ച് ആണ് ഏറ്റവും ആദ്യമായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. ആയതിനാൽ ഷാഹിർ സാറെ, മനേഷ് സാറാണ് ആദ്യത്തെ പ്ലാൻ പ്രസന്റേഷൻ ചാലഞ്ച് ചെയ്യുന്നത്. സാറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. നമുക്കറിയാം, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ പല അവസരങ്ങളിൽ പല വേദികളിലാണ് പറയേണ്ടതായിട്ട് വരുന്നത്. ചിലപ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റിൽ കയറി 9ാം നിലയിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ലിഫ്റ്റ് മേറ്റിനോട് പ്ലാൻ പറയേണ്ടതായിട്ട്, ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി നിങ്ങളുടെ ബസ്സിന്റെ സീറ്റിന് അടുത്തിരുന്ന് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൈറിച്ചിന്റെ പ്ലാൻ പറയാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് യു നീഡ് ടു ഡെവലപ്പ്. രണ്ടാമതായിട്ട്, നമ്മൾ ഈ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, 4 വാക്കുകളിൽ പറയേണ്ട ഒരു ഇൻഫോർമേഷൻ 5 വാക്കിലോ 6 വാക്കിലോ ആയിട്ട് നീട്ടാതിരിക്കും. ഏറ്റവും പ്രിസൈസ് ആയി ശ്രോതാവിനെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് അവന്റെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാറുള്ളത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ 2 സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ സെക്ഷന്റെ പേര് മറ്റൊന്നുമല്ല, പ്ലാൻ പ്രസന്റേഷൻ ചാലഞ്ച് എന്ന് തന്നെയാണ്. സോ ഈ പ്ലാൻ പ്രസന്റേഷൻ ചാലഞ്ചിലേക്ക് വരുന്നത് മറ്റാരുമല്ല, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ നാഷണൽ പ്രൊമോട്ടർ ആയിട്ടുള്ള നമ്മുടെ മനേഷ് ആലപ്പാട് സാറാണ്. അദ്ദേഹം കമ്പനിയുടെ റീസെന്റ് ആയിട്ട് നാഷണൽ പ്രൊമോട്ടർ ആയ ഒരാളാണ്. കോഴിക്കോട് സ്വദേശിയാണ്. ഇന്ന് ഹൈറിച്ചിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സിൽ ഒരാളാണ്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ മനേഷ് ആലപ്പാട് ഫോർ ദ പ്ലാൻ പ്രസന്റേഷൻ ചാലഞ്ച് ഫോർ 10 minutes ടൈം. സർ, മനേഷ് സാറിന്റെ പേരെന്താണുള്ളത്? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? സുധ ആലപ്പാട് എന്നോ മനേഷ് ആലപ്പാട് എന്നോ അല്ല? സുധ ആലപ്പാട്ടുണ്ട്. യെസ് പ്ലീസ്. സുധ ആലപ്പാട്. ഓക്കെ. സുധ ആലപ്പാട്ട് എന്ന പേരിലുള്ളത് മൈക്ക് ഓൺ ആക്കുന്നത്. ഓക്കെ സാറേ, കേൾക്കാലോ അല്ലേ? ക്ലിയർ ആണ് സർ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനും ലോകത്തിനും തന്നെ വിലക്കുറവിലും അവരുടെയൊക്കെയും നമ്മളുടെയൊക്കെയും വീട്ടിലേക്ക് സാധനങ്ങൾ ഓൺലൈനായി എത്തിച്ചു കൊടുക്കുന്ന ഒരു സുന്ദര മനോഹരമായ ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിൽ, ഇന്ന് കേരളത്തിൽ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേരാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് 2016 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അനേകം ഓരോ പിൻകോഡിലും ഔട്ട്ലെറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്ന, വെയർ ഹൗസുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്ന, ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൊറോണയായ കാലഘട്ടത്തിൽ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും പോകുവാനായിട്ട് പല പ്രയാസങ്ങളുണ്ട്. എന്നാൽ മൊബൈലിൽ എടുത്ത് ഓർഡർ ചെയ്താൽ അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കുന്ന, വിലക്കുറവിൽ എത്തിച്ചു കൊടുക്കുന്ന കമ്പനി. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ പേയ്മെന്റും ഉണ്ട്. ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ മക്കൾ അമേരിക്കയിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചിലപ്പോൾ വയനാട്ടിലായിരിക്കും. വയനാട്ടിലുള്ള മാതാപിതാക്കൾക്ക്
നിങ്ങൾ അമേരിക്കയിലുള്ള മക്കൾക്ക് മൊബൈലിലൂടെ സാധനം ഓർഡർ ചെയ്ത് കൊടുത്താൽ സാധനം വീട്ടിലെത്തിച്ച് കിട്ടും. എന്തായാലും നല്ല സൗകര്യമുള്ള, എന്ത് ഗുണം ഉപകാരമുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലെ. എന്തായാലും ഈ കമ്പനി ഇന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കേരളത്തിൽ ഔട്ട്ലെറ്റുകൾ ഇട്ടിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഓരോ പോസ്റ്റൽ പിൻകോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിലധികം വെയർ ഹൗസുകൾ നമുക്ക് ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് സാധിക്കും. നമ്മൾ ആരുമായിട്ട് മത്സരിക്കാനുള്ള പോക്കല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും ചെയ്യുന്ന ബിസിനസ് എന്താണോ ആ ടൈപ്പ് ബിസിനസ് തന്നെയാണ് നാമും ചെയ്യുന്നത്. പക്ഷെ അവർക്കൊന്നും ഭക്ഷ്യമേഖലയിലേക്ക് കടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഭക്ഷ്യമേഖലയിലാണ് ആദ്യം കടന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ കണ്ട് ധാരാളം പേര് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പോലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി മാത്രമേ ഉണ്ടാവൂ എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഇന്ന് ഈ കമ്പനി തുടക്കത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ട് എങ്ങനെ ജോയിൻ ചെയ്യാം, കമ്പനിയിൽ നിന്ന് ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നേടാം, വരുമാനം നേടാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരാൾക്ക് കമ്പനിയിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാം? ഒരാൾക്ക് പേരും അഡ്രസ്സും പിൻകോഡും കൊടുത്താൽ ഈ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ ഒരു ID പാസ്വേഡും ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കമ്പനിയിൽ നിന്ന് വിലക്കുറവിൽ സാധനം വീട്ടിലെത്തിച്ച് കിട്ടും. അവർ മൊബൈലിലൂടെ ഓർഡർ ചെയ്താൽ മാത്രം മതി. ഇനി അതാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരാള് അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ എനിക്കും എൻ്റെ മുകളിലേക്ക് വരുന്ന 18 ലെവലിലേക്കും കിട്ടുന്ന ഒരു സെയിൽസ് ഇൻസെന്റീവ് ഉണ്ട്. അതാണ് നമ്മുടെ ഭാവിയിലെ ഏറ്റവും വലിയ വരുമാനം. ഓക്കെ. എന്നാൽ വാങ്ങുന്ന കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുകയും ചെയ്യും, വീട്ടിലെത്തിച്ച് കിട്ടുകയും ചെയ്യും. അതൊരു ഭാവിയിലെ ഏറ്റവും വലിയ വരുമാനമായിട്ട് ഞാനൊക്കെ കൊതിക്കുന്ന, ആശിക്കുന്ന ഒരു വരുമാനം ഈ വരുമാനമാണ്. അതിന്റെ പേരാണ് റീപർച്ചേസ് ഇൻകം. രണ്ടാമതൊരു ഇൻകം നമ്മുടെ കമ്പനിയിലുണ്ട്, ഫസ്റ്റ് പർച്ചേസ് ഇൻകം. അതായത് ബിസിനസ് ചെയ്യണം, നല്ല വരുമാനം വാങ്ങണം, നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആള് ഈ കമ്പനിയിൽ വന്നിട്ട് ഒരു ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങണം. 750 രൂപ മുതൽ മുകളിലോട്ടുള്ള വിലയുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു ലേഡീസ് ബാഗോ, ഒരു ഷർട്ട് പീസോ, ജീൻസോ, ടീഷർട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു 10-30 ഐറ്റം പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങാം. അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം വാങ്ങിയാൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ നേടുവാനുള്ള അവസരത്തിന്റെ തുടക്കമായി. ഈ ഫസ്റ്റ് പർച്ചേസ് ഇൻകത്തിലൂടെ മാത്രം ഒരാൾക്ക് ഒരു ദിവസം 200 രൂപ തൊട്ട് 15,000 രൂപ വരെ വാങ്ങുവാനായിട്ട് അവസരമുണ്ട്. ഒരു പാൻ കാർഡിൽ 3 ID വരുമാനം വാങ്ങാനുള്ള 3 ID നമ്മുടെ കമ്പനി തരുന്നുണ്ട്. ഇനി മൂന്നാമത് ഒരു ഇൻകം വരുന്നുണ്ട്. അതിന്റെ ഇൻകത്തിന്റെ പേരാണ് ഡിജിറ്റൽ യൂണിറ്റ് ഇൻകം. ഈ ഡിജിറ്റൽ യൂണിറ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ആദ്യമായി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ്. ഇവിടെ മറ്റൊരു ആളുകളും അങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടില്ല. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഡിജിറ്റൽ യൂണിറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ യൂണിറ്റ് സമം 10,000 രൂപ. ഈ 10,000 രൂപ എന്തിനെന്ന് വെച്ചാല് ഒരു ഡിജിറ്റൽ യൂണിറ്റ് 10,000 രൂപയാണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് വേണമെങ്കിലും എടുക്കാം. ഈ കമ്പനി ഓൺലൈനിലൂടെ നടക്കുന്ന വ്യാപാരത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പൂൾ ഇൻകത്തിലേക്ക് മാറ്റിവെച്ച് ഈ ഡിജിറ്റൽ യൂണിറ്റ് എടുക്കുന്ന ആളുകൾക്ക് വീക്കിലി കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അങ്ങനെ വരുന്ന വരുമാനമാണ് ഡിജിറ്റൽ യൂണിറ്റ് ഇൻകത്തിലൂടെ ആളുകൾക്ക് കിട്ടുക. എനിക്കങ്ങനെ 120 ഡിജിറ്റൽ യൂണിറ്റ് ഉണ്ട്, എനിക്കും കുടുംബത്തിനും. ആളുകൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, അതിലൊരു കണക്കുമില്ല. പക്ഷെ ഒരു ഡിജിറ്റൽ യൂണിറ്റ് എങ്കിലും മിനിമം എടുത്തിട്ടുള്ള ആൾക്ക് താഴെ നമ്മുടെ ടീം അംഗങ്ങൾ
ഡിജിറ്റൽ യൂണിറ്റ് എടുക്കുമ്പോൾ അതിന്റെ വരുമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, എന്നാൽ ഞാൻ ഈ ഡിജിറ്റൽ യൂണിറ്റിൽ ആണ് റാങ്കിങ് ഉള്ളത്. ഈ ഒരു ഡിജിറ്റൽ യൂണിറ്റ് നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ നമുക്ക് സ്പോൺസർഷിപ്പ് ഇൻകം ആയിട്ട് 1000 രൂപ കിട്ടും. ചെറിയൊരു പൈസ GST കട്ടായി പോകും. ഇനി നമുക്ക് ഒരു ഡിജിറ്റൽ യൂണിറ്റ് ലെഫ്റ്റിലും റൈറ്റിലും മാച്ച് ആയാൽ, ഫെയർ മാച്ചിങ് സംഭവിച്ചാൽ നമുക്ക് മറ്റൊരു ഫെയർ മാച്ചിങ് എമൗണ്ട് ആയ മറ്റൊരു 1000 രൂപീസ് കൂടി ലഭിക്കും. ഇനി ഡിജിറ്റൽ യൂണിറ്റിന് റാങ്കിങ് ഉണ്ട്. നമ്മുടെ കമ്പനിയിൽ റാങ്കിങ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കിങ് എന്ന് പറയുന്നത് ഡിജിറ്റൽ യൂണിറ്റിന്റെ റാങ്കാണ്. ഏറ്റവും ചെറിയ റാങ്ക് എന്ന് പറയുന്നത് ബ്രോൺസ് റാങ്ക് ആണ്. 4 ഡിജിറ്റൽ യൂണിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ബ്രോൺസ് റാങ്കായി. 13 ഡിജിറ്റൽ യൂണിറ്റ് കംപ്ലീറ്റ് ആയാൽ സിൽവർ റാങ്കായി. 40 ഡിജിറ്റൽ യൂണിറ്റ് ആയാൽ ഗോൾഡ് റാങ്കായി. 120 ഡിജിറ്റൽ യൂണിറ്റ് ആയാൽ അത് പ്ലാറ്റിനം റാങ്കായി. അങ്ങനെ ഈ ബ്രോൺസ് എന്നുള്ള റാങ്ക് തൊട്ട് ടൂർ ഫണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുമരകം, നെല്ലിയാമ്പതി, ഊട്ടി, ഗോവ, അങ്ങനെ തുടങ്ങുന്ന നിരവധി ഓഫറുകൾ. ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത് സഫയർ റാങ്കിലാണ്. എനിക്കൊരു സഫയർ റാങ്ക് മാത്രമല്ല, സഫയറിന് റോയൽറ്റി ഉണ്ട്. ഗോൾഡ് തൊട്ട് റോയൽറ്റി തുടങ്ങുന്നുണ്ട്. ഗോൾഡ്, പ്ലാറ്റിനം, സഫയർ തൊട്ട് മുകളിലേക്ക് റോയൽറ്റി തുടങ്ങുന്നുണ്ട്. സഫയർ റാങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ആണ് കമ്പനി കൊടുക്കുന്നത്. നമുക്ക് മുകളിലേക്ക് ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, കാറ്, റെഡി ക്യാഷ് വില്ല, അങ്ങനെയുള്ള ഏറ്റവും മുകളിൽ 18 റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് 1 കോടി രൂപ, 100 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ 100 കോടി രൂപ എന്നുള്ള വൻ പ്രതിഫലമാണ് നമ്മുടെ കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ എന്തിന് ഈ നാട്ടിൽ ഈ കമ്പനി വന്നു എന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായത് ഈ നാട്ടിലെ ജനങ്ങളുടെ ദാരിദ്ര്യം തീർക്കാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാൻ, ഈ നാട്ടിലെ ജനങ്ങള് നാട്ടിലെ കുറെ കുത്തകകള് കൊടികുത്തി വാഴുന്നുണ്ട്. ഒരൊറ്റ തറവാട്ടിലേക്ക് ഇന്ത്യയിലെ മൊത്തം ലാഭം പോവാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന കുറെ കുത്തകകളുണ്ട്. എന്നാൽ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ളത് സാധാരണക്കാരന്റെ വീട്ടിലെ മേശയിലെ ഭക്ഷണമായി മാറിയിരിക്കുന്നു എന്ന്. അതെ, And thank you very much, Mr. Manesh Alapar. Wonderful presentation and a simple narration about HighRich online shopping business opportunity presentation today. കാരണം ഞാനൊന്ന് ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തിയത് മറ്റൊന്നും കൊണ്ടുമല്ല, സാറ് വളരെ ഷോർട്ടായി 7 മിനിറ്റ് കൊണ്ട് HighRich ഓൺലൈൻ ഷോപ്പിയുടെ പ്ലാൻ പ്രസന്റേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, പിന്നീട് വരുന്ന നറേഷൻ ആണ്. നമ്മളിതൊരു ചാലഞ്ച് ആയതുകൊണ്ട് ടൈം ആയപ്പോൾ ഞാനിന്ന് ബ്രേക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ്, നമ്മൾ 2 എക്സസൈസ് ചെയ്യാൻ പോവാം. ഈ 2 മെന്റൽ എക്സസൈസ് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് HighRich ഓൺലൈൻ ഷോപ്പിയുടെ മാർക്കറ്റിംഗ് ഹെഡായ ദിനുരാജ് സാറിനെയാണ്. Be excited. I am really excited because today HighRich is going to write a history in the world history. ലോകത്തിന്റെ ചരിത്രത്തിൽ എഴുതപ്പെടാൻ വേണ്ടി പോകുന്ന 2 കാര്യം അത് ഇന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നാണ് നമ്മുടെ സർക്കുലർ പ്രകാരം ഈ 2 കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല. ഒഫീഷ്യലി ലെറ്റ് ഇറ്റ് കം ഫ്രം ദ മൗത്ത് ഓഫ് ദ marketing head of HighRich online shopping. Well, before that, I want your participation. I want your active participation. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട്. 150ഓളം മെമ്പേഴ്സ് ആണ് HighRich ഓൺലൈൻ ഷോപ്പിൽ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 100 പേരുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അദ്ദേഹത്തിനെ വിളിക്കൂ. നിങ്ങൾ എല്ലാവരും വീഡിയോയിലോട്ട് വരിക പ്ലീസ്. നിങ്ങൾ എല്ലാവരും വരിക മാക്സിമം. ആൻഡ് ദാറ്റ് ഈസ് ദ റെസ്പെക്ട് യു ആർ ഗിവിംഗ് ടു മൈ കമ്പനി ആൻഡ് യുവർ കമ്പനി. അതായിരിക്കും നിങ്ങൾ HighRich ഓൺലൈൻ ഷോപ്പിംഗ് കൊടുക്കുന്ന ബഹുമാനം. നിങ്ങൾ ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ
തിരിച്ചും നിങ്ങളുടെ മുഖവും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡായ ദിനുരാജ് സാറും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്യാമറാസ് ഓൺ ആക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ കോപ്പറേഷൻ. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ്. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ, 2 പ്രക്രിയ, 2 പ്രോസസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എല്ലാവരും ചാറ്റ് ഓപ്ഷൻസ് ഒന്ന് റെഡി ആക്കാമോ? ചാറ്റ്. ഓക്കെ, ഗെറ്റ് റെഡി വിത്ത് യുവർ ചാറ്റ് ബട്ടൺസ്. നിങ്ങളുടെ ചാറ്റ് ബട്ടൺസിനൊന്ന് റെഡി ആക്കാം. ഗ്രേറ്റ്. ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ ചോദിക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാറ്റ് ബട്ടൺ റെഡിയാണ്, എവ്രിവൺ എന്ന ബട്ടൺ റെഡിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എവ്രിവണിലേക്കാണ് മെസ്സേജ് വിടേണ്ടത്. നിങ്ങളോട് ഹൈറിച്ചിനെ കുറിച്ച് 2 സെന്റൻസിൽ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? വെറും 2 സെന്റൻസ്. നിങ്ങളുടെ ഒരു റോഡ് സൈഡിൽ ഒരാൾ ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ ഹൈറിച്ചിന്റെ ഒരു പ്ലാൻ 2 സെന്റൻസിൽ പറഞ്ഞാൽ അതെന്തായിരിക്കും? ഒന്ന് കേൾക്കാൻ ആഗ്രഹം. ഓക്കെ, ജീവിതത്തിന്റെ സകല പ്രതീക്ഷയും പോയി, ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഹൈറിച്ചിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, ജീവിതത്തിൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ 2 സെന്റൻസിൽ പറഞ്ഞാൽ അതെന്തായിരിക്കും? ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു അവസരം. യെസ്, ബൈജു രാമനാട്ടുകര. പക്ഷേ അതെന്താണെന്ന് അവിടെ ക്ലിയർ അല്ല. യെസ്, എന്താണെന്ന് ക്ലിയർ അല്ല. അത് ഒരു സെന്റൻസിൽ ഒതുക്കി ഒരു 2 സെന്റൻസിൽ പറയണം. ഏതൊരു സാധാരണക്കാരനും വെറും 800 രൂപയ്ക്ക് കോടീശ്വരനാകാൻ, മരിക്കാൻ നിൽക്കുന്നവനാ കോടീശ്വരനാകുന്ന കഥ പറയുന്നത്. ഓക്കെ, ലൈഫ് ടൈം ഇൻകം ഓപ്പർച്യൂണിറ്റി. ഇദ്ദേഹം മരിക്കാൻ പോകണു, നിങ്ങൾ അയാൾ കോടീശ്വരനാക്കണ്ട, ലൈഫ് ടൈം ഒന്നും വേണ്ട, അയാൾക്ക് ഈ മാസം അവസാനം 1 ലക്ഷം രൂപ കിട്ടിയാൽ മതി. ഹൈറിച്ച് രക്ഷപ്പെടും, രക്ഷപ്പെടുത്തും. നോ, ഗീവ് ഇൻഫർമേഷൻ. We can help others. No, I want real information. ഒരു ഉത്തരവുണ്ട്, ഞാൻ നിങ്ങളത് പഠിപ്പിച്ചു തരാം. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വരൂ, ഹൈറിച്ച് കൂടെയുണ്ട്. നോ, ജീവിതത്തിൽ വിജയിക്കുവാൻ ഏറ്റവും നല്ല മാർഗം കടങ്ങൾ വീട്ടുവാനും. അവിടെ എവിടെയാണ് നിങ്ങൾ ഹൈറിച്ചിന്റെ ഇൻഫർമേഷൻ ലോഡ് ചെയ്യുന്നത്? യെസ്, അവിടെ ഹൈറിച്ചിന്റെ ഇൻഫർമേഷൻ കൂടെ വേണം. അയാൾക്ക് പ്രതീക്ഷയും കൊടുക്കണം. ഒരു സെന്റൻസ് ഹൈറിച്ച്, ഒരു സെന്റൻസ് ഫോം. പറ്റുന്നില്ല. You're failing, right? സുന്ദരമായി ജീവിക്കാൻ ഒരു മാർഗം ഹൈറിച്ച് നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരും. നോ, റിയലി, I'm sorry. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയേണ്ടത് ഒരു സെന്റൻസ് ഹൈറിച്ചിനെ കുറിച്ചും ഒരു സെന്റൻസ് പ്രതീക്ഷയും കൊടുത്താൽ. മരിക്കാൻ നിൽക്കൂ, എനിക്ക് കഞ്ഞി വേണം എന്ന് പറയുന്നവന് ബിരിയാണി വിളമ്പേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? കാരണം അവന് വയറിന് അസുഖമുള്ളത് കൊണ്ടാണ് അവന് കഞ്ഞി വേണം എന്ന് അവൻ യാചിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവനെ കോടീശ്വരനാക്കാൻ പോകരുത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഞാൻ അരിയും പഞ്ചസാരയും കച്ചവടം ചെയ്യുന്ന ഒരു കമ്പനിയുടെ പാർട്ട്ണറാണ്. ഇതിൽ നിനക്കും ഒരു പാർട്ട്ണർഷിപ്പ് തരാം. ജീവിതത്തിൽ നിന്റെ എത്ര കടങ്ങൾ ഉണ്ടെങ്കിലും അത് വീട്ടാം. കാരണം കഴിഞ്ഞ 18 മാസം കൊണ്ട് 32 ലക്ഷം രൂപ ഈ ഹൈറിച്ച് എന്ന് പറയുന്ന അരിയും പഞ്ചസാരയും വിൽക്കുന്ന ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒട്ടനവധി സംസ്ഥാനത്തിലും നടത്തുന്ന ഒരു ബിസിനസ്സിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. പോരുന്നോ? ഇത്രയേ ഉള്ളൂ. 2 സെന്റൻസേ വേണ്ടൂ. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ എന്തിനാ ഘോരം അവരോട് സംസാരിക്കുന്നത്? അരിയും പഞ്ചസാരയും ചായപ്പൊടിയും മുളക് പൊടിയും വിൽക്കുന്ന ഒരു കമ്പനിയുടെ പാർട്ട്ണറാണ് ഞാൻ. നിന്റെ എത്രയധികം കടമുണ്ടെങ്കിലും അത് മുഴുവൻ വീട്ടുവാൻ വേണ്ടി ഹൈറിച്ച് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പാർട്ട്ണറായാൽ നിനക്കും സാധിക്കും. കാരണം 18 മാസം കൊണ്ട് 16 ലക്ഷം കടം വീട്ടുകയും
സ്വന്തമായ ഹൗസിംഗ് പ്ലോട്ട് മേടിക്കുകയും സ്വന്തമായ ഒരു ലക്ഷൂറിയസ് കാർ മേടിച്ച് ആസ്വദിക്കുകയും ഞാൻ ചെയ്യുന്നു. കൂടുന്നു എന്റെ കൂടെ. ഇത്രയേ ഉള്ളൂ. ഹൈറിച്ചിന്റെ പ്ലാൻ കഴിഞ്ഞു. ബാക്കിയൊക്കെ അദ്ദേഹം വന്നതിന് ശേഷം ഹൈറിച്ചിന്റെ BOP-യിൽ ലീഡേഴ്സ് പഠിപ്പിച്ചോളൂന്നേ. വളരെ സിമ്പിൾ ആയിട്ടൊരു പ്ലാൻ കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടൊരു പ്ലാൻ കൊടുക്കുക. ക്ലിയർ? യെസ്. അപ്പൊ രണ്ടാമത്തെ എക്സസൈസ്, ഗെറ്റ് റെഡി വിത്ത് യുവർ ചാറ്റ് ഓപ്ഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചാറ്റ് ഓപ്ഷൻസിലോട്ട് പോകുന്നു. 182 മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ റെഡി. നിങ്ങളെ ഞാൻ എക്സൈറ്റഡ് ആക്കുവാണ്. കാരണം ദിനരാജ് സാറിനെ എന്നും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ എല്ലാ ഓൺട്രപ്രണേഴ്സും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. വളരെ സിമ്പിളായി ശാന്തമായി ഈ കപ്പലിനെ ഓടിക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രിയങ്കരനായ MD സാറിന്റെ കൂടെ KD പ്രതാപൻ സാറിനോടൊപ്പവും നമ്മുടെ CEO കുരുവിള സാറിനോടൊപ്പവും വളരെ ശാന്തമായി ക്ഷമയോടെ കൺസിസ്റ്റന്റ് ആയിട്ട് റെസിലിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വർഷങ്ങളായിട്ട് സാർ നമ്മുടെ കമ്പനിയിലുണ്ട്. അദ്ദേഹം നമ്മുടെ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഹെഡായി ചാർജ് എടുത്തതിന് ശേഷം ഈ കമ്പനിയിൽ നിരവധി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഓക്കെ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു നിർവചനം ഇംഗ്ലീഷിൽ പറയണം. വാട്ട് ഈസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്നതിന്റെ നിർവചനം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം. What is high-rich online shopping? 1, 2, 3, 4 ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. What is high-rich online shopping? High-rich is a multi-level mercantile and multilateral company. Very good. That's the right information. പക്ഷെ ഒരു കാര്യം അതിൽ വിട്ടുപോയി. സുഭാഷ് സാറൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഹൈറിച്ച് ഈസ് ദ വേൾഡ് വൺ, ഈസി ടു ലേൺ. ഞാൻ ശരിക്കും കമ്പനിയുടെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒഫീഷ്യൽ ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ ഷോപ്പ് ഡൂയിങ് ഗ്രോസറി ബിസിനസ്, മൾട്ടി വെൻഡർ സിസ്റ്റം. യു ആർ ഓൾ കോപ്പറേറ്റിംഗ് വിത്ത് മീ. ഒന്ന് നോട്ട് ചെയ്തോളൂ, ഒന്ന് നോട്ട് ചെയ്തോളൂ. High-rich is a multi-level mercantile, multi-vendor, multilateral e-commerce company. ഒന്നുകൂടെ പറയാണ്. High-rich is a multi-level mercantile and multi-vendor and multilateral and e-commerce company. എന്നാൽ 2020 ഫെബ്രുവരി 3 ഷാർജയിൽ വെച്ച് ഞാൻ ഈ കമ്പനി അസോസിയേറ്റ് ചെയ്തപ്പോൾ ഇത് വെറും ഒരു നെറ്റ്വർക്ക് കമ്പനി മാത്രമായിരുന്നു. നെറ്റ്വർക്ക് ഇ-കൊമേഴ്സ് കമ്പനി ആയിരുന്നു. ഇന്ന് ഈ കമ്പനി ലോകമാകമാനമുള്ള വ്യക്തികളിലേക്കും വേൾഡ് സിറ്റിസൺസിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഐ എം എക്സൈറ്റഡ്. ആൻഡ് ആർ യു? നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ ഒന്ന് കൈ ഉയർത്തി നമുക്ക് കൈയടിക്കാം. ഓക്കെ, കൈ ഉയർത്തി അടിക്കാൻ പോവാണ്. നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡായ ദിനരാജ് സാറിനെ ഞാൻ ക്ഷണിക്കാൻ പോവാണ്. With all my proud and privilege and the permission of the participants assembled here, let me invite, with all the love and the respect, and on behalf of High-rich Online Shopping, let me invite the marketing head of High-rich Online Shopping Private Limited, Mr. Dinuraj. The mic is over to you, sir. Good morning, everyone. Good morning, sir. Good morning, sir. Sir, clear ആണല്ലോ അല്ലേ? Yes, pretty clear.
വളരെയധികം സന്തോഷം. രാവിലെ തന്നെ എല്ലാവരും ഇപ്പൊ 100 ചില്ലാനം പേരുണ്ട്, എല്ലാവരെയും കാണാൻ സാധിച്ചത്. ഇവിടെ എന്നെ കുറിച്ച് പലപ്പോഴായിട്ട് ജിനൽ മാഷൂടെ പറഞ്ഞു, എല്ലാവർക്കും എന്നെ അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ഹൈറിച്ചിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. കാരണം വളരെയധികം നാളുകളായി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് മൾട്ടി വെൻഡർ സിസ്റ്റം. അതായത് ഇപ്പോ എല്ലാവരും ആമസോണിലും ഫ്ലിപ്കാർട്ടും പോലുള്ള ജയന്റ് ഓൺലൈൻ ഷോപ്പുകളിലെ കാണുമ്പോൾ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രോഡക്റ്റുകൾ, മൊബൈൽ മുതൽ ഗാർമെന്റ്സ് വരെയുള്ള എല്ലാ ഐറ്റംസും. അപ്പൊ എന്തുകൊണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന എല്ലാ പ്രോഡക്റ്റും എന്തുകൊണ്ട് ഹൈറിച്ചിൽ വരുന്നില്ല, നിങ്ങൾ ഈ ഗ്രോസറി മാത്രമേ നിങ്ങളെ ഷോ ചെയ്യുന്നുള്ളൂ? അങ്ങനെ ഒരു സിസ്റ്റം നമ്മളിൽ വരണമെങ്കിൽ നമ്മൾ മൾട്ടി വെൻഡർ സിസ്റ്റം എന്നൊരു വിഭാഗം കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ എന്താണ് മൾട്ടി വെൻഡർ സിസ്റ്റം? മൾട്ടി വെൻഡർ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലെ ഏത് കോണിൽ നിന്നും ഒരു വെൻഡർ, ഒരു വ്യാപാരി അയാളുടെ പ്രോഡക്റ്റ് ഹൈറിച്ചിൽ കൂടി ഇന്ത്യയിൽ ഉടനീളം എവിടെയും അയാൾക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു അവസരമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട്. ആ മൊബൈൽ ഞാൻ ഹൈറിച്ചിൽ കൂടി വിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഹൈറിച്ചുമായി ടൈപ്പ് ചെയ്ത ശേഷം എനിക്ക് കിട്ടുന്ന പാനലിൽ കൂടി ഞാൻ എൻ്റെ മൊബൈല് ഡിസ്പ്ലേ ചെയ്യുന്നു. കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ പാനലിൽ ആ ഓർഡർ കാണുകയും ആ അഡ്രസ്സിലേക്ക് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, വൺസ് അത് ഡെലിവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ കയ്യിൽ നിന്നും എനിക്ക് അതിനുള്ള പേയ്മെന്റ് കിട്ടുന്നു. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റം വരുന്നതോടുകൂടി ഹൈറിച്ചിൽ ഇപ്പോൾ കാണുന്ന പ്രോഡക്റ്റുകളല്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രോഡക്റ്റുകൾ, മൊബൈൽ മുതൽ TV വരെ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസുകളും നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപർച്ചേസിനുള്ള സാധ്യത ഒന്നും കൂടി കൂടും. കാരണം ഇപ്പോൾ റീപർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പിൻകോഡിൽ ഒരു ഏജൻസി വേണം, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് വേണം. കാരണം നമ്മുടെ തൊട്ടടുത്ത് ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് സാധനങ്ങൾ കിട്ടുകയുള്ളൂ. പക്ഷെ ഈ മൾട്ടി വെൻഡർ സിസ്റ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ ഓൺലൈനിൽ നിന്നും ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ചുരിദാർ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു മൊബൈലോ എന്ത് ഐറ്റം പർച്ചേസ് ചെയ്താലും അതിൽ നിന്ന് നമുക്ക് റീപർച്ചേസ് ഇൻകം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയാം, ഇന്നിപ്പോ നോർത്ത് ഇന്ത്യയിൽ 3ാമത്തെ ഷോപ്പ് ഉദ്ഘാടനമാണ്. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, നോർത്ത് ഇന്ത്യയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഷോപ്പുകൾ ഇല്ല, അവിടെ റീപർച്ചേസ് ഇൻകം നടക്കുന്നില്ല. അപ്പൊ മൾട്ടി വെൻഡർ സിസ്റ്റം വരുന്നതോടുകൂടി നമുക്ക് ആ ഒരു പരാതി, അതായത് എനിക്ക് റീപർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ റീപർച്ചേസ് ഇൻകം വാങ്ങിക്കാൻ സാധിക്കുന്നില്ല, ആ ഒരു പരാതി ഇല്ലാതാവുകയാണ്. കാരണം മൾട്ടി വെൻഡറിൽ നിന്നും ഏതൊരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്താലും നമുക്ക് റീപർച്ചേസ് ഇൻകം കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ നമുക്ക് ഏകദേശം 1-ാം തീയതി മുതൽ അതിന്റെ ടെസ്റ്റിംഗ് ആയിരുന്നു. അത് വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളത് ഒഫീഷ്യലായിട്ട് അത് ലോഞ്ച് ചെയ്യുകയാണ്. ഇന്ന് മുതൽ ധാരാളം വെൻഡേഴ്സ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോഡക്റ്റ് ഹൈറിച്ചുമായി ടൈപ്പ് ചെയ്യുവാൻ. ഇന്ന് മുതൽ പുതിയ പ്രോഡക്ട്സുകൾ മൾട്ടി വെൻഡർ സിസ്റ്റത്തിൽ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നീട് ഒന്ന് വരുന്നത് മൾട്ടി ലാറ്ററൽ സിസ്റ്റമാണ്. മൾട്ടി ലാറ്ററൽ സിസ്റ്റം നമ്മൾ ഇന്നാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡെവലപ്പറുടെ ഭാഗത്ത് നിന്ന് അവർക്കൊരു 2 ദിവസം കൂടി ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കിപ്പോൾ പുറം രാജ്യങ്ങളിലുള്ള സിറ്റിസന് പേയ്മെന്റ് അയക്കുന്നതിനും ജോയിൻ ചെയ്യുന്നതിനും ഒന്നും തടസ്സമില്ല. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു.
പലരും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ദക്ഷിണ ആഫ്രിക്കയിൽ നിന്നും അതുപോലെ മലേഷ്യയിൽ നിന്നൊക്കെ ജോയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചെറിയ ചില തടസ്സങ്ങളുണ്ട് സൈറ്റിൽ, എന്നാലും ജോയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വരും 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ 2 സുപ്രധാനമായ നാഴികക്കല്ലാണ് ഇപ്പോൾ ഹൈറിച്ച് പിന്നിടുന്നത്. കാരണം നമുക്കറിയാം, ഈ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെല്ലാം വലിയ വലിയ കമ്പനികൾ അമേരിക്ക അതുപോലെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ ഫോം ചെയ്തിട്ട് അവിടെ എല്ലാം സ്പ്രെഡ് ആയ ശേഷമാണ് ആ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രാജ്യത്ത് മാത്രമേ ഡെവലപ്പ് ചെയ്യാനുള്ളൂ. കാരണം ആ കമ്പനി ഓൾറെഡി ഡെവലപ്പ് ആയി കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ കൂടിയാണ് ഇനി വേൾഡിലേക്ക് ഇത് സ്പ്രെഡ് ആവാൻ പോകുന്നത്. ഓക്കെ, ഹൈറിച്ച് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കമ്പനി, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന കൊച്ചു കമ്പനി ഇപ്പൊ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു സംരംഭമായി മാറിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത്, നമുക്കിപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വെയിറ്റ് ചെയ്യണം. അതായത് നേപ്പാൾ, ബർമ്മ, ബംഗ്ലാദേശ്, മലേഷ്യ അങ്ങനെയുള്ള ഓരോ രാജ്യങ്ങളിലൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യാണ്. ഈവൻ ദുബായിൽ നിന്ന് വരും നമുക്ക് പുതിയ ഏജൻസി തുടങ്ങാനുള്ള. അപ്പൊ ഏജൻസി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പയറും പരിപ്പും കടലയും വിൽക്കുന്നത് മാത്രമാണോ? അല്ല. പയറും പരിപ്പും കടലയും ഒക്കെ അതിന്റെ ഒരു ബേസിക് ഗ്രോസറി മാത്രമാണ്. ഏജൻസി തന്നെ എല്ലാ പ്രോഡക്റ്റുകളും വിൽക്കുന്ന ഷോപ്പുകളോ ആയിട്ട് വരെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതിപ്പോ ഞാൻ മുമ്പൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഒരു ഇതിൽ നിന്നും കമ്പനി അതിന്റെ ബൗണ്ടറി കടന്നു പോയി കഴിഞ്ഞു. ഇപ്പോ നാസയൊക്കെ പണ്ട് ചന്ദ്രനിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ഉപഗ്രഹങ്ങൾ വിട്ടിരുന്നത്. ആ ഉപഗ്രഹം ചന്ദ്രനും കടന്നു, സൗരയൂഥം കടന്നു, അനന്തതയിലേക്ക് പോയി കഴിഞ്ഞു. ആ പറഞ്ഞ പോലെ ഹൈറിച്ച് നമ്മൾ വിചാരിച്ചതിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു. പുതിയ പുതിയ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ മൾട്ടിലാറ്ററൽ ആണ് നമ്മുടെ അടുത്ത സംരംഭം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ മറ്റ് രാജ്യങ്ങളിൽ അവർ ചിലപ്പോ സ്ഥിരം സിറ്റിസൺ എടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ജോലിക്കായിട്ട് പോയിട്ടുണ്ടാവും. അവരിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് പറയാം, നമുക്കിപ്പോ സ്പോൺസർ ലിങ്ക് തന്നിട്ടുണ്ട് ഡാഷ്ബോർഡിൽ. ഈ സ്പോൺസർ ലിങ്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടി വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അണ്ടർ പ്ലേസ് ആവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ലെഫ്റ്റില് ഒരു മലേഷ്യയും റൈറ്റില് ദുബായും ടീം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ഇന്ത്യയിൽ ബിസിനസ് നടന്നില്ലെങ്കിലും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഡെയിലി സീലിംഗ് ആയിരിക്കുന്നു. അതാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അമേരിക്കയിൽ ബിസിനസ് നടക്കുമ്പോൾ നമ്മളിവിടെ കിടന്നുറങ്ങും. നമ്മളിവിടെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ടീം അവിടെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് നെറ്റ്വർക്കിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. മാക്സിമം പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ചില ആളുകൾക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടാവും. എന്നാലും നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നതിന് ലാംഗ്വേജ് ഒന്നും ആവശ്യമില്ലല്ലോ. ഓക്കെ, നിങ്ങളുടെ ലീഡറിനെ കൊണ്ട് ഒരു സ്ലൈഡ് ഉണ്ടാക്കി അതിനൊരു സ്പോൺസർ ലിങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇത് ഷെയർ ചെയ്യാമല്ലോ ആർക്ക് വേണമെങ്കിലും. അതിനുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യണം, എന്താണെന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ പുതിയ വീഡിയോസ് വരുന്നുണ്ട്, കമ്പനിയുടെ തന്നെ ഒഫീഷ്യൽ യൂട്യൂബിൽ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക മാത്രമേ നിങ്ങൾ ആവശ്യമുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ, അവിടെ ആ കമ്പനി ഫസ്റ്റ് മലേഷ്യൻ ബേസ് കമ്പനി ദുബായിൽ വന്നപ്പോ അവിടുത്തെ ഒരു വീട്ടമ്മ, ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ, അവര് ജോലി ചെയ്യണം അവിടെ ദുബായിൽ. ഒരു ഏഷ്യൻ സ്വദേശിയാണ്. ആ വീട്ടമ്മയുടെ 7 വയസ്സുകാരി മകൾ
സ്കൂളിൽ കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ഒരു ബിസിനസിന്റെ കാര്യം വീട്ടിൽ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കണം, 7 വയസ്സുകാരി മകളാണ് വന്ന് അമ്മയുടെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ എന്റെ കൂട്ടുകാർ ഇങ്ങനെ പറയുന്നത് കേട്ടു. അങ്ങനെ ഈ സ്ത്രീയെ ആ കുട്ടിയുടെ പാരന്റ്സ് വന്ന് കാണുകയും അവർ ഈ ബിസിനസ് പ്രസന്റ് ചെയ്തു. ഓക്കെ, അവർ ബിസിനസ് പ്രസന്റ് ചെയ്ത് പോയി. ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് ഇവരുടെ കൂടെയുള്ള ആളുകളുമായിട്ട് ഇത് പങ്കുവെച്ചു. 2-3 പേരായിട്ട് പങ്കുവെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ആ സ്ത്രീയും സ്റ്റോപ്പ് ചെയ്തു. കാരണം അവർക്ക് അത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല, ആരും അവരെ ഗൈഡ് ചെയ്യാറില്ല. ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഈ പ്രസന്റേഷൻ കിട്ടിയ ഈ 2-3 വ്യക്തികൾ, 2 പേര്, ഈ 2 പേര് ഇവര് ലൈഫിൽ സക്സസ് ആവാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണ്. അവർ ഇതിന്റെ വെയർഅബൌട്ട്സ് അന്വേഷിച്ച് എന്താണ് കമ്പനി, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഇവരുടെ അപ്ലൈനെ ഇവർ കണ്ടെത്തി ഇവര് വർക്ക് ചെയ്തു. അവര് വർക്ക് ചെയ്തിട്ട് രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇന്ന് വേൾഡിലെ ഒരു മൾട്ടി മില്യൺ കമ്പനിയാണ്. ഒന്നും അറിയില്ല കമ്പനിയെ കുറിച്ച്. ആ കമ്പനിയുടെ ഒരു ഇനോഗ്രേഷനിൽ ഇവരെ ഇൻവൈറ്റ് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ ഇൻകം നേടിയ ലേഡി എന്ന രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ ലേഡി അറിയുന്നത് ഇത് ഇത്രയും വലിയ കമ്പനിയാണെന്ന്, ഇതാണ് ബിസിനസ്. ഓക്കെ, അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. മൾട്ടി ലാറ്ററൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മൾ ഈ ഒരു ഹൈറിച്ച് എന്നൊരു കൺസെപ്റ്റ് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 1-2 കൺട്രീസ് നിങ്ങളുടെ അണ്ടറിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതി ഡെയിലി സീലിംഗ് ആവാൻ. ഓക്കെ, അപ്പോൾ ഈ 2 അപ്ഡേഷൻ ആണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ മൾട്ടി വെണ്ടർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ടാമത് മൾട്ടി ലാറ്ററൽ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒരു ഫൈനൽ വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒന്നുള്ളത് ഇപ്പോ നമ്മുടെ 3ാമത്തെ ഏജൻസി, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ ഏജൻസി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി വരാൻ പോകുന്നത് ഒരു എന്താ പറയാ കൊടുങ്കാറ്റാണെന്ന് പറയാം. കാരണം അത്രയധികം എൻക്വയറീസ് ആണ് ഏജൻസികൾ തുടങ്ങാൻ വേണ്ടി നോർത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ ഓഫീസ് ഭാഗികമായിട്ട് ക്ലോസ് ആണ്. കാരണം ആ ഒരു പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കോവിഡ് കേസുകൾ വന്നിട്ടുള്ള കാരണം അവർ സ്ട്രിക്റ്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. ഈവൻ നമ്മുടെ ഗോഡൌൺ വരെ നമുക്ക് തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞൊരു 3-4 മാസങ്ങളായി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കോവിഡ് കാരണം നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ഗോഡൌൺ അടച്ചിടുകയും നമുക്ക് കുറെ അധികം സാധനങ്ങൾ നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം നമ്മുടെ ഐറ്റംസ് അറിയാലോ, ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. അപ്പൊ അധികകാലം അത് കേടുകൂടാതെ ഇരിക്കാൻ പറ്റുകയില്ല. അപ്പൊ അത് കാരണം നമ്മൾ അവിടുന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു നിർബന്ധിതമായിരിക്കുകയാണ്. നമ്മൾ അതിനുള്ള പുതിയ സ്ഥലം തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു പഞ്ചായത്തിലാണ് നമ്മൾ ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ അവിടെ സ്ഥിരം ലോക്ക്ഡൌൺ ആണ്. അപ്പൊ അവിടെയുള്ള സ്ഥലത്ത് വെച്ച് നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് അറിയാം. കാരണം 100 പേരുകൾ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഇപ്പൊ ഇവിടെ പ്ലാൻ പ്രസന്റേഷൻ ഒക്കെ കേട്ടു. അപ്പൊ അതില് ജിനിൽ മാഷ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അപ്ഡേഷൻ, അതായത് ഒരു ഡ്യൂപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളത്, അതിനെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. ഈ ഡ്യൂപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കോപ്പി അടിക്കാന്നൊരു സംഭവമുണ്ട്. അത് ചെയ്യാത്തവര് വളരെ കുറവായിരിക്കും. ഞങ്ങൾ ആരും കോപ്പി അടിക്കില്ല സാർ, ഞങ്ങൾ ആരും കോപ്പി അടിക്കില്ല. ഞങ്ങൾ നല്ല പിള്ളേരാണ്. കോപ്പി അടിക്കണം, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കോപ്പി അടിക്കാത്തവര് കോപ്പി അടിക്കണം.
കോപ്പിയുടെ ആശാനാണ് ഞാൻ. ഓ, നെറ്റ്വർക്കില് കോപ്പി അടിക്കുകയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോ ജിനിൽ മാഷിനെ കണ്ട് കോപ്പി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് അനുകരണം എന്നൊരു കലയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ കോപ്പി അടിക്കാത്ത മഹത് വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ കോപ്പി അടിക്കാൻ പരിശീലിക്കുക. കോപ്പി അടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ജീവിതത്തില് ആദ്യമായിട്ടാണ് ഒരു ഗുരു കോപ്പി അടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, നെറ്റ്വർക്കില് കോപ്പിയടിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. കാരണം നമ്മൾ ഒരാള് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത് അത് അതേപോലെ തന്നെ പകർത്തിയാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ അഡ്വക്കേറ്റ് ആണ്, എനിക്ക് PhD ഉണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഞാനിപ്പോ ജിനിൽ മാഷ് അയാളെക്കാളും 2 PhD കൂടുതൽ എനിക്കുണ്ട്, പിന്നെ ഞാൻ എന്തിനാ അയാൾ പറയുന്നത് കേൾക്കണം. അപ്പൊ ജിനിൽ മാഷ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കും, ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ഐഡിയയിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കൂട്ടിച്ചേർക്കും. അങ്ങനെ പോയിട്ട് ഞാൻ പ്രസന്റ് ചെയ്യും, ആ പ്രസന്റേഷൻ ഫ്ലോപ്പ് ആവും. പിന്നെ ഞാൻ ഇതുപോലെ അവിടെ നിന്ന് കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും, പിന്നെ ഒരു 2 or 3 പ്രസന്റേഷൻ നടത്തും. ഒരു 10 പ്രസന്റേഷൻ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു, അയാളുടെ എനർജി കംപ്ലീറ്റ് കഴിഞ്ഞു. പിന്നെ അയാൾ ഒരിക്കലും നെറ്റ്വർക്ക് പറയാൻ പോവില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്താണോ കാണിക്കുന്നത് അത് അതേപോലെ തന്നെ കോപ്പി അടിക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനോ മാറാനോ ഒന്നും പാടില്ല. കാരണം നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണലിൽ സക്സസ് ആയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ നെറ്റ്വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പഠിക്കണം എന്താണ് നെറ്റ്വർക്ക്. ഓക്കെ, ഒരു കാറ് മെക്കാനിക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്ക് കാർ എങ്ങനെ മെക്കാനിക്ക് ചെയ്യണമെന്ന് ഞാൻ അയാളുടെ അടുത്ത് പോയി പഠിക്കണം. കാരണം എനിക്കറിയില്ല. പക്ഷെ അയാൾക്ക് നെറ്റ്വർക്ക് അറിയണമെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് വരണം. അല്ലാതെ ഞാൻ മെക്കാനിക്കാണെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ വിജയിക്കില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കോപ്പി അടിക്കുക എന്നുള്ളൊരു ഞാൻ എക്സാമ്പിൾ ആയിട്ട്, അതായത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞിടാ വാക്ക്. കാരണം കുട്ടികളെല്ലാം ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ജസ്റ്റ്, അതായത് നമ്മൾ നമ്മുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ നെറ്റ്വർക്കിൽ നമ്മൾ വിജയിക്കുള്ളൂ. ഒരു 10 വയസ്സിന് താഴത്തേക്ക് നമ്മൾ ആലോചിക്കാം. 10 വയസ്സായ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മള് കുറെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. നമുക്ക് വിമാനം പറത്തണം, അമേരിക്കൻ പ്രസിഡന്റ് ആവണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മൾ ഈ 10-30 വർഷം കഴിഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് റീഓപ്പൺ ചെയ്താൽ മതി. നമ്മുടെ 10 വയസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നോ ആ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ സമയത്ത് നല്ല എനർജി ആയിരിക്കും. ഒരു 10 വയസ്സ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഓടുന്നു, ചാടുന്നു, എന്താ പറയാ, എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുക്കുന്നു. നമുക്ക് പാടാൻ അറിയില്ലെങ്കിൽ നമ്മൾ പേര് കൊടുക്കും. കാരണം സ്റ്റേജിൽ നിന്ന് കയറാമല്ലോ, 4 ആൾ കാണണല്ലോ നമ്മള്. പാടാനൊന്നും അറിയില്ല. അങ്ങനെ നമ്മളെല്ലാം വളരെ ആക്റ്റീവായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലേക്കായി മാറി. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെക്കാളും നന്നായി പഠിച്ചിരുന്ന ആളുകൾ ചിലപ്പോൾ ഇപ്പൊ കൂലിപ്പണിക്ക് പോയിട്ടുണ്ടാവും. കൂലിപ്പണിയായിരിക്കും ഇപ്പൊ അയാൾ ചെയ്യുന്നത്. 10ാം ക്ലാസ്സിൽ ഹൈ മാർക്ക് മേടിച്ച കുട്ടിയായിരിക്കും. പക്ഷെ ഒട്ടും പഠിക്കാതെ നിൽക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സ് അവരിപ്പോ കോടിപതികളായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന ടേണിംഗ് പോയിന്റ്സ്, പല ടേണിംഗ് പോയിന്റ്സുകളുണ്ട്. നെറ്റ്വർക്കിംഗ് എന്നൊരു എന്താ പറയാ, ആ ഒരു മഹത്തായ സംഭവം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളിൽ പലരും കാലത്ത് ജോലിക്ക് പോകും, വൈകിട്ട് വീട്ടിലേക്ക് വരും, കാലത്ത് ജോലിക്ക് പോകും, വൈകിട്ട് വീട്ടിലേക്ക് വരും, കാലത്ത് ജോലിക്ക് പോകും, വൈകിട്ട് വീട്ടിലേക്ക് വരും. ഈ ഒരു പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഒരു 10-60-65 വയസ്സ് വരെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ സാലറി അനുസരിച്ചാണ്. നമ്മുടെ മക്കൾ ജോലിക്ക് പോയി അവര് വരുമാനം കൊണ്ടുവന്നാൽ മാത്രമേ
അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്നും മാറിപ്പോവാൻ, അതിൽ നിന്നും നമുക്ക് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ ഉള്ള ഒരു സംരംഭം. ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ ഈവൻ 60 വയസ്സ് 65 വയസ്സ് റിട്ടയർ ആയ ആളുകൾ പോലും 55 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ റിട്ടയർ ആയി. പിന്നെ എന്താ പണി? പിന്നെ നമ്മൾ എന്താ പറയാ, ജീവിത വെറുതെ കഴിച്ചു കൂട്ടുക, ഒരു ആക്ടിവിറ്റിയും ഇല്ല. 55 വയസ്സ് വരെ ഓടി നടന്ന് ജോലിക്ക് പോയിരുന്ന ആള് റിട്ടയർ ആയി കഴിഞ്ഞാൽ ജെൻസ് ആണെങ്കിൽ കൂടി വന്ന ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം അതിൻ്റെ ഉള്ള ആള് തട്ടിപ്പോകും. കാരണം ചെയ്യാനൊന്നുമില്ല. ആള് മരണത്തിനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അവരൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരണം, ആക്റ്റീവ് ആവണം. പൈസ തന്നെയല്ല ഇവിടെ. പൈസ നമുക്ക് വരുമാനം, നെറ്റ്വർക്കിൽ വരുമാനം എന്ന് പറയുന്നത് ഒരു, നമ്മളിപ്പോ പറയില്ലേ നമുക്ക് ഇന്നിപ്പോ സീലിംഗ് ആവണം അല്ലെങ്കിൽ എത്ര രൂപ മേടിക്കണം, ഇതൊക്കെ ഒരു പീരീഡ് വരെ ഉള്ളൂ. ഞാൻ സീലിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് ഫ്ലയർ ഉണ്ടാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. പിറ്റേ ദിവസവും സീലിംഗ് ആവുന്നു. ഇത് തന്നെ ഞാൻ ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 പ്രാവശ്യം സീലിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ആ ഒരു ആഹ്ലാദം കഴിഞ്ഞു. ഡെയിലി സീലിംഗ് ആവാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സീലിംഗ് എന്നുള്ള ഒരു സംഭവം അല്ല നമുക്ക് പിന്നെ. ഓക്കെ, അത് പുതിയ ആളുകൾക്ക്, വരുന്ന ആളുകൾക്കാണ്. അപ്പൊ നെറ്റ്വർക്കിൽ പൈസ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ തനിയെ വരും. നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ മാത്രം മതി. പിന്നീട് വേണ്ടത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേരാണ് വേണ്ടത്. ഇപ്പോ ജിനിൽ എന്ന വ്യക്തിക്ക് ഇപ്പൊ പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബഷീർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് പൈസ അല്ല, ഇവർക്ക് വേണ്ടത് പിന്നെ പേരാണ്. ആ പേര് നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മുടെ ടീം നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഡ്യൂപ്ലിക്കേഷൻ എന്നൊരു സംഭവമാണ്. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ? ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മള് ഒരു ടീം സെറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ കണ്ടുവരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ ആളുകളുടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, അവർ കുറെ പേര് വന്ന് ജോയിൻ ചെയ്യുന്നു, പിന്നെയും നമ്മൾ ഓടുന്നു. ഓക്കെ, ഇങ്ങനെ ഓടി 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 ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് എത്താൻ പറ്റാതെയാവും. കാരണം നമ്മുടെ ടീം പല സ്ഥലത്തായിട്ട് കിടക്കുന്നുണ്ടാവും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ടീം ആയിട്ടുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഒരു കോൾ വരാം, സാറേ എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, സാർ ഒന്ന് വരണം. കാസർഗോഡ് നിന്ന് വിളിച്ചു. 10 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു കോൾ വരണം തിരുവനന്തപുരത്ത് നിന്ന്, സാറേ എനിക്കൊരു അർജന്റ് ആയിട്ടൊരു ആള് ഇവിടെ ഏജൻസി എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്, സാറൊന്ന് വരണം. ഈ കാസർഗോഡ് നിന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള ഒരു ടൈം പീരീഡ്. ഓക്കെ, അപ്പോ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജിനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്നിട്ട് വൺ മാൻ ഷോ കളിക്കാൻ പറ്റില്ല. അതിനൊരു പരിധിയുണ്ട്. നമ്മുടെ ടീം എപ്പോഴും വളരുന്നതനുസരിച്ച് നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. അതിനാണ് നമ്മളിവിടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ? ദിനുരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ അണ്ടറിൽ ഒരു 4 പേരെ അല്ലെങ്കിൽ 8 പേരെ അല്ലെങ്കിൽ 12 പേരെ അല്ലെങ്കിൽ 16 പേരെ, ഒരു 16 ദിനുരാജിന്റെ അടിയിൽ വരികയാണെങ്കിൽ, ദിനുരാജ് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അതല്ലാതെ എനിക്ക് 100 ലീഡേഴ്സ് ഉണ്ട് 200 ലീഡേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് ഞാൻ പറയാം, അങ്ങനെ പറയുന്നത് കളവാണ്. എനിക്ക് ആവശ്യം, ഞാൻ മുമ്പ് ജിൽ മാസ്റ്റർ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു 7 പേര് അല്ലെങ്കിൽ ഒരു 9 പേര് മാക്സിമം. ഞാൻ ആ 7 പേര് കോണ്ടാക്ട് ചെയ്യുള്ളൂ, ഞാൻ ആ 7 പേർക്ക് വേണ്ടി വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ ഓടി നടന്ന് ഒരു 300 പേരെയോ 400 പേരെയോ കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് കംപ്ലീറ്റ്, ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി കംപ്ലീറ്റ് നമ്മുടെ ഡൗൺലൈനിലേക്ക് പാസ് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മുടെ എന്താണ് നമ്മുടെ ട്രഡീഷണൽ അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു ഓഫീസിലെ ബോസ് ഒരിക്കലും അയാളുടെ സബോർഡിനേറ്റ്സിനെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കില്ല. നിങ്ങൾക്ക് എല്ലാം എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ? കാരണം ബോസിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും സബോർഡിനേറ്റ്സിനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അയാൾ വരുമ്പോ അയാളുടെ ചെയറിൽ ഇയാൾ കയറിയിരിക്കണ്ടോ? ഓക്കെ. കാരണം ഓണറിനെ സംബന്ധിച്ചിടത്തോളം സാലറി കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ആർക്കാണോ അതാണ് ഓണർ സ്വീകരിക്കുക. അപ്പൊ സബോർഡിനേറ്റീവ്സ് വന്നിട്ട് ഓണറിന്റെ അടുത്ത് പറയുന്നത്, സാറേ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, എനിക്ക് സാർ ഒരു 1000 രൂപ കുറച്ച് തന്നാൽ മതി. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ കോർപ്പറേറ്റിൽ വേൾഡിൽ എന്താ സംഭവിക്കുന്നത്? ഒരിക്കലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്നും ഞാൻ 80% പറഞ്ഞു കൊടുക്കും, 20% എന്റെ സീക്രട്ട് ആയിരിക്കും. അതൊരിക്കലും പറഞ്ഞു കൊടുക്കില്ല. കാരണം ഞാൻ എന്റെ അടിയിലുള്ള ആളെ വളർത്തി കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഒരു മേഖലയിൽ, നെറ്റ്വർക്കിംഗ് എന്ന മേഖലയിൽ നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഡൗൺലൈൻസിന് നമുക്ക് അറിയാവുന്നതിന് മാക്സിമം, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രസന്റേഷൻ എന്താന്ന് പഠിപ്പിച്ചു, ഓക്കെ, ഇൻവിറ്റേഷൻ എന്താന്ന് പഠിപ്പിച്ചു. പിന്നെ നമ്മൾ പഠിപ്പിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു ചലഞ്ച് വരികയാണ്, നാളെ പേപ്പറിൽ വരികയാണ്, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു മണി ചെയിൻ കമ്പനിയാണ്, ഒരു പേപ്പറിൽ വന്നു. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 കണക്കിന് കോളുകൾ വരും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഡൗൺ ലൈൻസിൽ നിങ്ങൾ പഠിപ്പിക്കണം. ഓക്കെ. ചലഞ്ചസ് വരുമ്പോൾ, ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ, നെറ്റ്വർക്കിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളെ ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സും ഒക്കെ കഴിച്ച് നമ്മൾ ഒരു തരത്തിലുള്ള ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് അസുഖങ്ങൾ വരുമെന്നറിയാം. അത് നമുക്കൊരു ചലഞ്ചാണ് നമ്മുടെ ലൈഫിൽ. അപ്പൊ നമുക്ക് അറിയാം ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അത് മനുഷ്യ സഹജമാണത്. അപ്പൊ അതിന് മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം ചലഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ആ ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചെയറിൽ, നമുക്കറിയാം നമ്മൾ ഈ ചെയറിൽ ഇരിക്കുന്നു, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ആ ചെയറിൽ ആ ചലഞ്ചസ് അവിടെ ഇരിക്കുന്നു നമുക്കറിയാം. അപ്പൊ ചലഞ്ചസ് അവിടെ നിന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് പകുതി വഴിക്ക് പോവുക. എന്നിട്ട് ആ ചലഞ്ചിന്റെ അടുത്ത് പറയാ, നിന്നെ നേരിടാനുള്ള ശക്തി ഞാൻ ആർജിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ചലഞ്ചസ് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. ലൈഫിൽ നമുക്ക് ധാരാളം ചലഞ്ചസുകൾ വരാം. നാളെ എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയില്ല. നമ്മൾ പല കണക്കൂട്ടുകളും കൂട്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും. നാളെ അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പിറ്റേന്ന് രാവിലെ നമ്മൾ എണീറ്റില്ലെങ്കിലോ കഴിഞ്ഞില്ലേ? അപ്പൊ ലൈഫിൽ ചലഞ്ചസ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതൊരിക്കലും മറക്കരുത്. അതേപോലെ തന്നെയാണ് നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് ചലഞ്ചസ്, ധാരാളം ചലഞ്ചസ് ഉണ്ടാവും. നമ്മൾ ട്രഡീഷണലിൽ ഒരു ഡോക്ടർ ആവാൻ പഠിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് തുടക്ക കാലഘട്ടങ്ങളിൽ കുറെ ചലഞ്ചസ് ഉണ്ടാവും. പിന്നെ അവർക്കറിയാം ഇന്നത് ചെയ്താൽ ഇന്നതാണ്, ഇന്നത് ചെയ്താൽ ഇന്നതാണ്, അവർക്കറിയാം. പക്ഷെ നെറ്റ്വർക്കിംഗ് എന്നൊരു മേഖലയിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ലീഡർ ആണെങ്കിലും അയാൾക്ക് പുതിയ ചലഞ്ചസുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം, എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് പോസിറ്റീവ് ആണെങ്കിൽ താഴേക്ക് പാസ് ചെയ്യുക. നമ്മുടെ തന്നെ ഒരു കോർ ടീം സെറ്റ് ചെയ്യുക. ആ കോർ ടീം സെറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ 4 പേരോ 8 പേരോ 12 പേരോ 16 പേരോ, അത് വിട്ടു പോകരുത്. ഒരിക്കലും നമ്മുടെ ലീഡേഴ്സിന്റെ എണ്ണം കൂട്ടരുത്. കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ മോണിറ്റർ ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഒരു 7 പേരോ 9 പേരോ തെരഞ്ഞെടുക്കുക. നിങ്ങൾ ആ 7 പേരെ സക്സസ് ആക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് ഈ 7 പേരെ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ചെയ്ത കാര്യം അവരുടെ 7 പേരെ കൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ 7 പേര്, അവരുടെ 7 പേര്, അവരുടെ 7 പേര്, അങ്ങനെയാണ് ടീം ഗ്രോത്ത് ചെയ്യുക.
അപ്പൊ ഇവിടെ നമുക്ക് ധാരാളം സമയമുണ്ട്. നമുക്ക് ഈ 7 പേരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ മതി. പുതിയൊരാള് സൈനപ്പ് വരുമ്പോ നിങ്ങൾ ഈ നിങ്ങളുടെ താഴെയുള്ള ആളുകൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ അവിടെ ചാടിക്കയറ്റി പ്രസന്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഡയറക്റ്റ് നിങ്ങളെ വിളിക്കാൻ തുടങ്ങും. അപ്പൊ എനിക്ക് നന്നായി പ്രസന്റ് ചെയ്യാൻ അറിയാം, നല്ലൊരു ലീഡറാണ് ഞാൻ, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഓടി നടന്ന് പ്രസന്റേഷൻ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തുടക്ക കാലഘട്ടങ്ങളിൽ വേണ്ടെന്നല്ല വേണ്ടത്. ഞാൻ ഈ പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. ഒരിക്കലും ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യരുത്. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം വോളിയം പമ്പ് ചെയ്ത് കയറ്റണം. കാണുന്ന ആളുകളുടെ ഒക്കെ പ്രസന്റേഷൻ പറയാം, മാക്സിമം ആളുകളൊക്കെ കയറ്റാം. വൺസ് നിങ്ങളുടെ ഒരു ടീം ഒരു 1000 പേരൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 7 പേരെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ 7 പേർക്ക് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, 10 ആൾ അടിയിൽ വരുമ്പോഴേക്കും അയാൾ ലീഡറായി. പിന്നെ അയാള് കാറിലായി നടക്കും, ഡൗൺ ലൈൻസ് വിളിച്ച ഫോൺ എടുക്കില്ല. ഓക്കെ, ഒരു മൾട്ടി മില്യണയർ മെന്റാലിറ്റി ആളിലേക്ക് വന്നു. ആകെ 10 പേരുള്ളോ? ഈ 10 പേരെന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബീസ് ആണ്, ഒന്നും അറിയില്ല. അവരെ നിങ്ങളുടെ പോലെ ആക്കിയ ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ പുതിയൊരു കുട്ടി വരുമ്പോൾ ആ കുട്ടി നടക്കാൻ അറിയില്ലെങ്കിൽ അതിനെ കൈ പിടിച്ച് നടത്തിക്കേണ്ട ചുമതല നമുക്കാണ്. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, തേർഡ് ലെവല്, ഇങ്ങനെ ലെവലായിട്ട് പോണം. ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ 7 പേരെയോ അല്ലെങ്കിൽ 9 പേരെയോ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വർക്ക് ഈ 7 പേർക്ക് വേണ്ടി മാത്രമായിരിക്കണം. ആ 7 പേരെ എന്താ പഠിപ്പിക്കേണ്ടത്? അവരുടെ 7 പേരെ കണ്ടെത്താൻ. ഓക്കെ, എന്നാലാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ഏറ്റവും നിങ്ങളെ താഴെത്തട്ടിൽ വരെ ആ ഇൻഫർമേഷൻ എത്തുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു സർക്കുലർ വന്നു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലീഡേഴ്സിനെ അയച്ചു കൊടുത്തു. നിങ്ങളുടെ ഫസ്റ്റ് ലെയർ ലീഡേഴ്സ് അയച്ചിട്ടുണ്ടാവും, സെക്കൻഡ് ലെയറും തേർഡ് ലെയറിലേക്കൊന്നും ഈ ഒരു സർക്കുലർ എത്തിയിട്ടുണ്ടാവില്ല. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ടീമിലുള്ള ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റ് അല്ല. ആ ഡ്യൂപ്ലിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അത് പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണം, എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സീക്രട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലുള്ള സീക്രട്ട്, എന്ത് ഇൻഫർമേഷൻ പാസ് ചെയ്താലും ഇപ്പൊ ഒരു ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂ വന്നു, അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു, അത് നിങ്ങളുടെ ഡൗൺലൈൻസിനെ പഠിപ്പിക്കുക. അങ്ങനെ ഓരോ ചലഞ്ചസും നമ്മൾ നേരിട്ടത് എന്തൊക്കെയാണോ, ഇന്ന സമയത്ത് ഞാൻ ഇന്ന ചലഞ്ചസ് നേരിട്ടു, അത് ഞാൻ ഇങ്ങനെയാണ് ഓവർകം ചെയ്തത്. ഇതെല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസിയായി. അപ്പൊ ലീഡർ കുറെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവുക. പക്ഷെ ഈ കഷ്ടപ്പാടെല്ലാം നമ്മുടെ ഡൗൺലൈൻസിനെ പഠിപ്പിച്ചിരിക്കണം. അപ്പൊ ജിനിൽ എന്ന് പറയുന്ന വ്യക്തി, അയാള് 2020 ഹൈറിച്ചിൽ ജോയിൻ ചെയ്ത ആ ഒരു ഡേറ്റ് മുതല് ഈ ഒരു 2021 ഏകദേശം 1 വർഷത്തോളം ആയി അദ്ദേഹം ഹൈറിച്ചിൽ കൂടെ ജോയിൻ ചെയ്തിട്ട്. അതുവരെ പല ചലഞ്ചസും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം അയാളുടെ ഡൗൺലൈൻസിനെ പഠിപ്പിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതേ ചലഞ്ചസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡൗൺലൈൻസ് ഒക്കെ പകച്ചു വെക്കും. കുറെ പേര് ഇട്ടിട്ട് പോവും, നെറ്റ്വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് പോവും, 1-2 പേര്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ടീമാണ് അവിടെ തകരുന്നത്. നമ്മൾ ഇത്രയും ആള് വളർത്തിക്കൊണ്ടുവന്ന ഒരു ടീമാണ് അവിടെ തകർന്നു പോകുന്നത്. അപ്പൊ അവിടെ നമ്മള് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതായത് ലിസ്റ്റ് ബിൽഡിങ്, ഇൻവിറ്റേഷൻ, ഓക്കെ, പിന്നെ പ്ലാൻ പ്രസന്റ് ചെയ്യുക, പിന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് ബേസിക് നെറ്റ്വർക്കിൽ പറയുന്നത്. ഈ 4 കാര്യങ്ങളും നമ്മള് ഇപ്പൊ നേരത്തെ സാർ ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്തു, നല്ല കാര്യം. അതേപോലെ തന്നെ ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ ഡൗൺലൈൻസ് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അവരത് ചെയ്യുന്നുണ്ടോ, അവർക്കത് അറിയാമോ എന്ന് ആദ്യം അറിയണം. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 10 വർഷമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോ എനിക്കെല്ലാം അറിയാം, ആരും എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. എൻ്റെ കഴിഞ്ഞ
കമ്പനിയിൽ എൻ്റെ അടിയിൽ 5000 പേരുണ്ടായിരുന്നു. സാർ അത് 5000 പേര് എന്ന് പറയുന്നത് കഴിഞ്ഞ കമ്പനിയിലാണ്. നിങ്ങൾ അവിടെ എന്താ പുലിയായിരിക്കാം, പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എലിയാണ്. ഒന്നേന്ന് തുടങ്ങണം, 0 സ്റ്റാർട്ട് ചെയ്യണം. പലരും പറഞ്ഞു കേട്ടിട്ടാണ് എന്റെ ടീമിൽ എനിക്ക് ആ കമ്പനിയിൽ 2 ലക്ഷം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് ആ കമ്പനിയിൽ കഴിഞ്ഞു, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര ആളുണ്ട്, ഇപ്പൊ നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്, അതാണ് നോക്കേണ്ടത്. പണ്ട് പല ലീഡേഴ്സും പറയുന്നതാണ്, ഞാൻ ആ കമ്പനിയിൽ ഡയമണ്ട് ആയിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു. ഇവിടെ വരുമ്പോൾ നിങ്ങൾ 0 ആണ്, ലെഫ്റ്റും റൈറ്റും നിങ്ങൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഈ 4 കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 1 ലിസ്റ്റ് ഉണ്ടാക്കുക, ഇൻവൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ഫോളോ അപ്പ് ചെയ്യാൻ പഠിപ്പിക്കുക. ഈ 4 കാര്യങ്ങൾ ബേസിക് കാര്യങ്ങളാണ്. ഇത് കറക്റ്റ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകണം. നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ ഓരോ ഡൗൺലൈൻസിനും വിളിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ കാര്യങ്ങൾ. ഇത് ബേസ് ആണ്, ഇതില്ലാതെ അയാൾക്ക് നെറ്റ്വർക്ക് നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ സൂം മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്താൽ മതി, എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സൂം മീറ്റിംഗ് ഉണ്ട്, അവർ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പ്ലാൻ കണ്ടോളും. പക്ഷെ ഈ സൂം മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അവരിത് കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരുടെ ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോ അയാള് സൂം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അയാൾ വേറെ വല്ല കാര്യം ചെയ്യുന്നുണ്ടോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കേസ്, കീപ് ഇറ്റ് സിമ്പിൾ. നിങ്ങളുടെ ബിസിനസ് എപ്പോഴും നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു കമ്പനിയുടെ പ്ലാൻ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നണം അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ഈ പ്ലാൻ പോയി പറഞ്ഞ് ഒരാളെ ജോയിൻ ചെയ്യിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം. ചില കമ്പനിയുടെ പ്ലാനുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയ്ക്കാണ് ജോയിനിങ് ഫീസ്. അപ്പൊ ഒരു ചെറിയൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക, ഞാൻ സാധാരണക്കാരനാണ്, എന്റെ കയ്യിൽ എനിക്ക് 1 ലക്ഷം രൂപ എടുക്കാനില്ല ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ. പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് പറയാത്? അല്ലെങ്കിൽ 10,000 രൂപയുടെ ജോയിനിങ്, ഈ 10,000 രൂപയുടെ ജോയിനിങ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു 10,000 ചെലവാക്കിയല്ലോ, കോട്ടും സൂട്ടും ഷൂ ഒക്കെ മേടിച്ച് അയാളുടെ മുമ്പിൽ പോയി പറയേണ്ടത്. അപ്പൊ അവിടെ പോയി പറയുമ്പോ നമുക്ക് അത്രയും എനർജി വേണം. നമ്മൾ 750 വിൽക്കുന്നതിന്റെ എനർജി പോരാ 1 ലക്ഷത്തിന്റെ ബിസിനസ് പറയും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഞാൻ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് ഞാൻ പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ചിലപ്പോ ഞാൻ സ്മാർട്ട് ആവാം, അപ്പൊ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് ഈ ബിസിനസ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? അപ്പൊ സിമ്പിൾ ആയിട്ട് ബിസിനസ് പ്രസന്റ് ചെയ്യുക, സിമ്പിൾ ആയിട്ട്, വളരെയധികം നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറയുക. അത് അപ്പൊ അതേപോലെ തന്നെ അയാൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തോളും. കാരണം നിങ്ങളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മങ്കി സി മങ്കി ഡു. ഒരു കുരങ്ങൻ എന്താണ് കാണിക്കുന്നത് അതാണ് മറ്റൊരു കുരങ്ങൻ അനുകരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ അനുകരണം, കോപ്പിയടി എന്നുള്ളൊരു വലിയൊരു കലയാണ്. അത് ആരും അല്ലെങ്കിൽ തള്ളേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ കോപ്പിയടി ഒരു മെയിൻ മന്ത്രമായിട്ട് എടുക്കുക. എവിടെ ആര് കണ്ടാലും അത് കോപ്പി അടിച്ചോളും, ആരും കുറ്റം പറയില്ല നിങ്ങളെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കേസ് ഞാൻ കോപ്പി അടിച്ചിട്ടുള്ളതാണ്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നല്ല. കാരണം നെറ്റ്വർക്കിന്റെ മഹാഗുരുക്കന്മാര് വർഷങ്ങളായിട്ട് വേൾഡിൽ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു ലീഡറും സ്വന്തമായിട്ട് ഒരു ദിവസം പ്രഭാതത്തിൽ കിടക്കുന്ന എഴുന്നിട്ട് പറയുന്ന മഹത്വ വചനങ്ങളൊന്നും അല്ലത്. ഇതെല്ലാം ഇവര് വായിച്ചും പഠിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യണത് കണ്ടിട്ടും എല്ലാം അവര് ചെയ്യുന്നതാണ്. പിന്നെ ചെയ്യേണ്ടത് ബിസിനസ് അലൈൻമെന്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. അലൈൻമെന്റ് എല്ലാവർക്കും അറിയായിരിക്കും, ആറുള്ളവർക്കൊക്കെ അറിയാം അലൈൻമെന്റ് എന്നാണ്. നമ്മുടെ 4 ടയറും കറക്റ്റ് ആയിട്ട് ഒരേ പൊസിഷനിൽ വരുത്തുക എന്നുള്ളതാണ് അലൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വരുമ്പോഴാണ് വണ്ടി സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. അതായത് ഈ 4 ടയറും ഒരേ ദിശയിലായി വരുന്നതിനെയാണ് ഈ അലൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കാറിന്റെ കേസ് പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അലൈൻമെന്റ് വരുത്തേണ്ടത് നമ്മുടെ ഡൗൺ ലൈൻസിനെയാണ്.
എന്റെ ലെഫ്റ്റിലുള്ള ഒരാള് ഒരു തരത്തിൽ ചെയ്യുന്നു, റൈറ്റിലുള്ള ഒരാള് വേറൊരു തരത്തിൽ ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് മുന്നോട്ട് പോവില്ല. അപ്പൊ ആ നമ്മുടെ ഡൗൺ ലൈൻസ് കറക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അത് നിങ്ങൾ വീക്കിലി മീറ്റിങ്ങോ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ മീറ്റിംഗ്, ഈ നമ്മുടെ ഞാനും പറഞ്ഞല്ലോ 7 പേരെ നമ്മളെ 9 പേരെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അവരെ നമ്മൾ നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അവര് ഏത് രീതിയിലാണ് ബിസിനസ് പേഴ്സണലായിട്ട് വിളിക്കുക, ഓരോരുത്തരെയും പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പറയാ. നിങ്ങളുടെ മുമ്പിൽ അവർ പ്ലാൻ പ്രസന്റ് ചെയ്യട്ടെ. അപ്പൊ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാനിപ്പോ എനിക്കൊരു 10-40 വയസ്സായി, അല്ലെങ്കിൽ ഒരു 10-60 വയസ്സായി, ഞാൻ ഇനിയിപ്പോ ഇയാളുടെ മുമ്പിൽ വരുന്ന പ്ലാൻ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു ചിന്തയാണ് എല്ലാവർക്കും തോന്നുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 10 വയസ്സിൽ നിന്ന് കുട്ടിയിലേക്ക് പോവുക. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിരുന്നു അതെല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. കാരണം നമ്മളത് ചെയ്യുന്നത് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരാള് നിങ്ങൾ പോയിട്ട് ഒരാളുടെ അടുത്ത് ഈ പ്ലാൻ പറയുമ്പോൾ ആ മണി ചെയിൻ അല്ലേ, നമുക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ ഇത്രയും ഗവൺമെന്റ് ഇതിൽ വർക്ക് ചെയ്ത ആള് റിട്ടയർ ആയപ്പോ ഈ മണി ചെയിൻ ആയിട്ട് ആളെ പറ്റിക്കാൻ നടക്കുകയാണ്. അങ്ങനെ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ അതുവരെയുള്ള എനർജി കംപ്ലീറ്റ് പോകും. ഓക്കെ. പക്ഷെ നമ്മളപ്പോ അവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ഡെയിലി 5000 രൂപ മേടിക്കുന്നുണ്ട്, ഞാൻ ഇത് നിർത്തിക്കഴിഞ്ഞാൽ താങ്കൾ തരുമോ ഈ പൈസ? ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരാളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. ഒറ്റ വ്യക്തികളും നിങ്ങളെ എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും, ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ തുടക്കകാല ദിവസങ്ങളിൽ 2-3 ദിവസം ഹെൽപ്പ് ചെയ്യും, അത് കഴിഞ്ഞ് അവര് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ആ സത്യം മനസ്സിലാക്കുക, ആരും നമ്മുടെ കൂടെയില്ല ലൈഫില്, നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ അങ്കിളിന്റെ കയ്യിൽ കോടികളുണ്ടെന്നോ അല്ലെങ്കിൽ എന്റെ അനിയന്റെ കയ്യിൽ കോടികളുണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കയ്യിൽ എന്തുണ്ട്? ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്, ഈ നെറ്റ്വർക്ക് തിരിക്കുന്നത് ആളെ പറ്റിക്കാനല്ല. ഇതൊരു ബിസിനസ്സാണ്. ആദ്യം അത് മനസ്സിലാക്കുക, ഇതൊരു ബിസിനസ്സാണ്. അത് അറിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ നമ്മൾ പറയുന്നത് നമ്മൾ മണി ചെയിൻ ആയിട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആളുകളെ പറ്റിക്കാൻ നടക്കുകയാണ്. മറ്റുള്ള പലരും പലതും പറയും. അതൊന്നും കേട്ട് പിന്തിരിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ പിടിവള്ളിയാണത്. ഇപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങൾ 10, 20, 25 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും വർക്ക് ചെയ്തിട്ട് ട്രഡീഷണൽ ജോബില്. 25 വർഷം വർക്ക് ചെയ്തു, എവിടെ എത്തിയിട്ടില്ല, ഇപ്പോഴും നമ്മൾ ഒന്നും ആവാതെ നിൽക്കുകയാണ്. ഇനിയും നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മുടെ ഡ്യൂപ്ലിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു മൾട്ടി ബില്യൺ കമ്പനി നിങ്ങളെ ജോലിക്ക് എടുക്കണം. അവര് പറയാണ് 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പേയ്മെന്റിന്, സാലറിക്ക് ആയിട്ട്. ഒന്ന്, മാസം നിങ്ങൾക്ക് 3 ലക്ഷം രൂപ ശമ്പളം തരും. ഓക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ 3 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നിധി കിട്ടിയ പോലത്തെ അവസ്ഥയാണ്. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് 1 രൂപ സാലറി ഒരു ദിവസം. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ 2 രൂപ. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ 4 രൂപ. അതായത് നമുക്ക് തലേ ദിവസം എത്രയാണ് കിട്ടിയിട്ടുള്ളത് അതിന്റെ ഇരട്ടി പിറ്റേ ദിവസം തരും. ആദ്യത്തെ ദിവസം നിങ്ങൾ ജോലിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 രൂപ, രണ്ടാമത്തെ ദിവസം വരുമ്പോൾ അത് 2 രൂപയായി, മൂന്നാമത്തെ ദിവസം വരുമ്പോൾ 4 രൂപയായി, നാലാമത്തെ ദിവസം വരുമ്പോൾ 8 രൂപയായി, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പൊ ഇതില് ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് 99.99% ആളുകളും ചാടി വീഴും 3 ലക്ഷം രൂപയുടെ സാലറി. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോളൂ. ഒരു മാസം നിങ്ങൾ ഈ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ 1 രൂപ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന കേസ് ഉണ്ടല്ലോ, അതൊരു മാസം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഒരു മാസം നിങ്ങൾക്ക് എത്ര കിട്ടും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇപ്പൊ ചെയ്യണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറയാം, ഒരു 1 CR മുകളിൽ വരും. ഓക്കെ. ഇതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന പലതും നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും.
അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് അതാണ് നമ്മുടെ നമ്മൾ നെറ്റ്വർക്കിൽ നമ്മൾ പറയും 8th വണ്ടർ. നമ്മൾ 7 വണ്ടർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലോക മഹാത്ഭുതങ്ങൾ 7 വണ്ടർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നെറ്റ്വർക്കിലെ ഡ്യൂപ്ലിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8ാമത്തെ ലോക അത്ഭുതം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത്. 1 രൂപ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കും 30 ദിവസം കൊണ്ട് എത്ര കോടി കിട്ടും. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതോ അതിന്റെ കൂടുതലോ നമ്മുടെ ഡൗൺലൈൻസിന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോ ജിനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ജിനിലിന്റെ താഴെ ഒരു 10 ജിനിൽ പോലത്തെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മളെപ്പോഴും 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഫിനാൻഷ്യൽ ഫ്രീഡം. ആ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ താഴെ നമ്മുടെ പോലത്തെ 10 വ്യക്തികൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ബിസിനസ് പ്രസന്റ് ചെയ്യുന്നു. കോർപ്പറേറ്റ് വേൾഡിൽ എങ്ങനെയാണ്? എന്റെ താഴെ ഒരാൾ എന്നെക്കാളും നന്നായി ഇത് ചെയ്യുകയാണെങ്കിൽ, പെർഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് അസൂയാണ് പിന്നെ അവന്റെ അടുത്ത്. അവനെ എങ്ങനെ പരമാവധി ചവിട്ടി താത്തതാണ് നമ്മൾ നോക്കും. കാരണം അതല്ലെങ്കിൽ പിറ്റേ ദിവസം അവൻ എന്റെ സീറ്റിൽ കയറിയിരിക്കും. പക്ഷെ നെറ്റ്വർക്കിൽ നമ്മളെക്കാളും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നു, നമ്മളെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, നമ്മളെക്കാളും നന്നായിട്ട് ട്രെയിനിങ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മളെക്കാളും നന്നായിട്ട് താഴെ ആളുകൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ പകുതി അവന് കൊടുത്തോ. നമ്മള് ചില ലീഡേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, അയ്യോ ഇന്ന് എൻട്രി ഇനി വെക്കില്ലട്ടാ, ഞാൻ സീലിംഗ് ആയി ഇനിയൊക്കെ വാഷ് ഔട്ട് ആയി പോകും. എല്ലാ ലീഡർമാരും പറഞ്ഞതാ, എനിക്കിത് 25 എൻട്രി അല്ലെങ്കിൽ 50 എൻട്രി വന്നു, ഇനി വെക്കില്ല, ഇനി നിങ്ങൾക്ക് നാളെ വെച്ചാ പോരെ, കാരണം ഞാൻ വാഷ് ഔട്ട് ആയി പോവാണ്. നെറ്റ്വർക്കില് വാഷ് ഔട്ട് ആയാൽ മാത്രമേ നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ ടീം ഹെൽത്തി നെറ്റ്വർക്ക് ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഒരു പ്രാവശ്യം വാഷ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാഷ് ഔട്ട് ആവണം. എത്ര പ്രാവശ്യം സീലിംഗ് ആയി എന്നല്ല, എത്ര BV നിങ്ങൾ വാഷ് ഔട്ട് ആയി എന്നുള്ളതാണ് നെറ്റ്വർക്കിലെ വിജയം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ 1000 BV ആണ് വാഷ് ഔട്ട് ആയി പോയത്, നാളെ 10,000 ആവണം, മറ്റന്ന് 1,00,000 ആവണം. അതിനർത്ഥം നമ്മുടെ ടീം അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ. ഞാൻ ചെറിയൊരു ഇതല്ലോ, കാരണം ഇത് പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട്. നമ്മുടെ സമയം, ജിൽ മാഷേ നമ്മുടെ സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നില്ല, 7 ഓൾമോസ്റ്റ്. പക്ഷെ കുഴപ്പമില്ല, സാറിന് ഒരു 5 മിനിറ്റ്സും കൂടെ വേണമെങ്കിൽ എടുക്കാം. ബിക്കോസ് എല്ലാവരും വളരെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ പ്രോഗ്രാം ഒന്നുമില്ല സാർ, സാറിന്റെ പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ഞാനിപ്പോ ഡ്യൂപ്ലിക്കേഷൻ എന്താന്നുള്ളത് ഒരു ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. അതായത് ഞാൻ എന്ന ഭാവം എല്ലാവർക്കും അറിയാം. ഞാൻ എന്ന ഭാവം എന്താന്നുള്ളത്, ഞാൻ വലിയൊരു സംഭവമാണ്. ആ സംഭവം എടുത്ത് മാറ്റുക, നമുക്കൊന്നും അറിയില്ല. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് empty cup എന്നാണ് ഞങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. empty cup എന്നാണ് നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ പറയുന്നത്. ഇത് കേട്ടിട്ടുണ്ടോ? ബിൽ മാഷ പറഞ്ഞിട്ടുണ്ടോ? ഹലോ, empty cup പഠിപ്പിച്ചിട്ടില്ല. ഇല്ല സാർ. നെറ്റ്വർക്കിൽ ബേസ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് empty cup. അപ്പൊ ഇതൊരു സ്റ്റോറിയാണ്. അതായത് ടോക്കിയോയിലെ, ജപ്പാനിലെ ടോക്കിയോയില് നടന്നൊരു റിയൽ സ്റ്റോറി. അത് നമ്മുടെ ഇവിടെ പണ്ട് കാലഘട്ടങ്ങളിൽ, നമ്മൾ ഇപ്പോഴൊന്നല്ല, ഒരു 100-300-400 വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കൂളും കോളേജും ഒന്നുമില്ല. എല്ലാം ഗുരുകുല സംവിധാനമാണ്. അതായത് ഗുരുവിന്റെ വീട്ടിലേക്ക് ശിഷ്യന്മാര് പോയിട്ട് അവിടെ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഗുരുകുല സംവിധാനം എന്ന് പറയുന്നത്. ഇതേ ഒരു രീതി ടോക്കിയോയില്, ജപ്പാനിലെ ഒരു റിമോട്ടഡ് ഏരിയ ആണ്, ടോക്കിയോ അല്ല, റിമോട്ടഡ് ഏരിയയില് ഒരു ഗുരു, അയാള് പഠിപ്പിക്കുന്നത് മാർഷൽ ആർട്സ് ആണ്. മാർഷൽ ആർട്സിന്റെ ഒരു വകഭേദം ആണ് ആള് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് പഠിക്കാൻ വരുന്നത് വളരെയധികം എന്താ പറയുക, സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. അയാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്.
അപ്പോ 12 പേരാണ് ഒരു ബാച്ച് എന്ന് പറയുന്നത്. 11 പേരും വന്നിട്ടുള്ളത് വളരെയധികം റിമോട്ടഡ് ഏരിയ എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അതിൽ 12ാമത്തെ കുട്ടി വന്നിട്ടുള്ളത് ആള് ടോക്കിയോ എന്നാണ്, സിറ്റി എന്നാണ് വന്നിട്ടുള്ളത്. ഈ കുട്ടി അയാളുടെ ഫാദറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എന്താണെന്ന് അറിയില്ല, അമേരിക്കയിൽ പോയിട്ട് അവിടെ ഡിഗ്രിയും PhD ഒക്കെ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പൊ അയാൾക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട്, അതായത് എനിക്ക് PhD ഉണ്ട്, എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ട്. അപ്പൊ അയാളും ഈ ഒരു കോഴ്സിൽ ചേരാനായിട്ട് ഗുരുവിന്റെ കൂടെ വന്നു. അപ്പോ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് ഗുരു ഒന്നും പഠിപ്പിക്കില്ല. ആദ്യത്തെ വർഷം അവരുടെ ഡ്യൂട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സീനിയർ ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അവരെ സെർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, അവര് ഭക്ഷണം കഴിച്ച പാത്രം കഴുകുക, അവരുപയോഗിച്ച ബാത്റൂം കഴുകുക, അവരുപയോഗിച്ച ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക, ആ ആശ്രമത്തിന്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ ഒരു വർഷം ഇവരുടെ പഠനം എന്ന് പറയുന്നത് ഇവരെ സെർവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. ഇവരുടെ സീനിയേഴ്സിനെ സെർവ് ചെയ്യുക. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഇവരെ അടുത്ത ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ അപ്പൊ ഈ ഗുരു ഈ 12 പേരെയും വിളിച്ചിട്ട് ഈ സ്കൂളിന്റെ കോർട്ട്യാർഡിൽ നിരത്തി നിർത്തിയിട്ട് ഗുരു ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അടുത്ത ആളുടെ തോളിൽ കൈവച്ചിട്ട് നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ 11 പേരെയും ഗുരു അടുത്ത വർഷത്തേക്ക് പ്രൊമോട്ട് ചെയ്തു. 12ാമനിൽ എത്തിയിട്ട് ഗുരു തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ റെഡി ആയിട്ടില്ല, സ്റ്റേ ബാക്ക്. ഓക്കെ, എനിക്ക് ഒരു വർഷം കൂടി ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ആ കുട്ടിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം ഞാൻ ഈ അമേരിക്കയിൽ പോയിട്ട് പോലും ഞാൻ ഇത്രയും PhDയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. മറ്റുള്ള കുട്ടികളൊക്കെ സാധാരണ സ്കൂളിൽ പോലും പോവാത്ത കുട്ടികളാണ്. അവരെക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ ഞാനാണ് അടുത്ത ഇതിലേക്ക് പോവാൻ. പക്ഷെ എന്നെ ഗുരു മാറ്റി നിർത്തിയേക്കണത് ഓക്കെ എന്നിൽ എന്തോ കുറവ് കണ്ടെത്തിയിട്ടാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു ഓക്കെ, അടുത്ത വർഷം ഇയാൾ രണ്ടാമതും ഈ പറയുന്ന പോലെ സെർവന്റിന്റെ പണി ചെയ്യാൻ തുടങ്ങി. അത് ആർക്ക് വേണ്ടി ചെയ്യുന്നു? ഇയാളുടെ ഒപ്പം പഠിച്ചിരുന്ന സഹപാഠികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവരെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു, അവരെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നു, അവരെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വർഷമായി. ഗുരു ഇയാളുടെ ഒപ്പമുള്ള ബാക്കി 11 പേരുടെ കൂടെ നിരത്തി നിർത്തി ഇയാളെ. ഗുരു ചെന്നിട്ട് പറഞ്ഞു, യു ആർ ഗോട്ട് പ്രൊമോട്ടഡ്. ഓരോരുത്തരെ പ്രൊമോട്ട് ചെയ്തു. ഇയാളുടെ അടുത്ത് എത്തി പറഞ്ഞു, നീ റെഡി ആയിട്ടില്ല, സ്റ്റേ ബാക്ക്. ഓക്കെ, അത് പറഞ്ഞു ഗുരു ആശ്രമത്തിനുള്ളിലേക്ക് പോയി. പക്ഷെ ഈ പ്രാവശ്യം ഈ പറയുന്ന ഈ വ്യക്തിക്ക് അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. അയാൾ ആകെ പൊട്ടിത്തെറിച്ച് ആകെ മറ്റ് ഇയാളുടെ സഹപാഠികളോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം അയാളുടെ ഞാൻ ആരാണെന്നുള്ളത്. അയാൾ മനഃപൂർവ്വം ഇടിച്ച് താഴ്ത്തുകയാണ്. ഇയാൾ ചെന്നു ഗുരുവിന്റെ വാതില് ചവിട്ടി തുറന്നുകൊണ്ട് അകത്ത് ചെന്നു. അപ്പൊ ഗുരു അവിടെ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് ചായ കുടിക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഇയാള് ചെന്ന് ഗുരുവിനെ ഷൗട്ട് ചെയ്തു, ഓക്കെ, നിങ്ങൾക്ക് എന്തറിയാം എന്നെ കുറിച്ച്? ഞാൻ ഇങ്ങനെ അമേരിക്കയിൽ പോയിട്ട് ഇന്ന ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ്, ഇത്രയധികം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷെ നീ എന്നെ മനഃപൂർവ്വം നീ എന്നെ തടയുകയാണ്. ഇയാള് ആദ്യം കുറെ പൊട്ടിത്തെറിച്ച് കുറെ ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഗുരു പറഞ്ഞു, കൂൾ ഡൗൺ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. ഗുരു പറഞ്ഞു, എന്തായാലും വന്നതല്ല, നീ ഒരു ചായ എനിക്ക് സെർവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ചായ ഒഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഒരു കപ്പ് വെച്ചിട്ട് നമ്മൾ ചായ ഒഴിക്കുമ്പോൾ എന്താ ചെയ്യുക? ചായ നമ്മൾ ഒഴിച്ച് ഏകദേശം കപ്പിന്റെ നിറയാറാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, അല്ലെ? എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മൾ ഒരു കപ്പിലേക്ക് ചായ ഒഴിച്ച് നിറയാറാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇയാളും സ്റ്റോപ്പ് ചെയ്തു. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഒഴിക്കുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്യും ചായ, അതെല്ലാവർക്കും അറിയാം. ഇയാള് സ്റ്റോപ്പ് ചെയ്തപ്പോ ഗുരു ചോദിച്ചു, നിന്നോട് ആരാണ് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ? ഒഴിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു.
അപ്പോ ഈ കുട്ടി രണ്ടാമതും ചായ ഒഴിച്ചുകൊണ്ടിരുന്നു. ചായ നിറഞ്ഞു, ചായ ഓവർഫ്ലോ ചെയ്തു, ടീ പോയിന്റിലായി. ടീ പോയിന്റിൽ താഴത്തേക്ക് വീണ് താഴത്ത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ ഈ കുട്ടിക്ക് സകല കൺട്രോളും വിട്ടു. ഇയാള് ചായപാത്രം താഴെ വെച്ചിട്ട്, ഇഡിയറ്റ്, നീ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണത്? നീ കരുതി ഞാൻ മണ്ടനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അയാള് കുറെ ബഹളം കൂട്ടിയപ്പോ ഗുരു പറഞ്ഞു, ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യാത്തത്. നിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഈ ചായയുടെ പാത്രം പോലെയാണ്, ചായ കപ്പ് പോലെയാണ്. അതായത് ഞാൻ PhD എടുത്തു, ഞാൻ കുറെ അറിവ് നേടി എന്ന് പറഞ്ഞ് എന്റെ മൈൻഡ് ഫുള്ളാണ്. പിന്നെ ഗുരു എന്ത് പറഞ്ഞാലും അകത്തേക്ക് കയറില്ല. ഓക്കെ, അപ്പൊ നിന്റെ കപ്പ് ഫുള്ളാണ്. അത് എംപ്റ്റി ആവാതെ നിന്റെ തലയിലേക്ക് ഒന്നും കയറില്ല. ഇതേ കാരണത്താണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത്. ഈ സ്റ്റോറി ഞാൻ അവിടെ പറയാൻ കാരണം, നമ്മൾ നെറ്റ്വർക്കേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റോറി അത്. നമ്മുടെ കപ്പ് ഫുള്ളാണ്. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കുന്ന കാലം വരെയൊക്കെ ഓക്കെ ആയിരുന്നു, ഒരു 20 വയസ്സ് വരെയൊക്കെ ഓക്കെ ആണ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അത് കഴിഞ്ഞ് ഞാൻ MBA കാരനാണ്, ഞാൻ ഡോക്ടറാണ്, അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞാലും സ്വീകരിക്കില്ല. പിന്നെ ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനും നോക്കുള്ളൂ. എന്റെ മുമ്പിൽ ആള് വന്നിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പലരുള്ള സ്വഭാവമാണ്. എന്റെ മുമ്പിൽ ആള് വന്നിരുന്നു കഴിഞ്ഞാൽ അവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക. ചിലപ്പോ നമുക്കൊന്നും അറിയില്ല, പക്ഷെ മുമ്പിലിരിക്കുന്ന ആൾക്ക് എന്തറിവുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മുടെ എന്താ പറയാ സാമർത്ഥ്യം തെളിയിക്കാൻ വേണ്ടി നമ്മൾ അവനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കും. അങ്ങനെ ആവുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റി, ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ 7 മിനിറ്റ് കൂടുമ്പോൾ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഓക്കെ, നമ്മൾ ആരും പറയുന്നതൊക്കെ തയ്യാറാവുന്നില്ല. കാരണം നമ്മുടെ കപ്പ് ഫുള്ളായി കഴിഞ്ഞു, ഒന്നും കയറില്ല. ഈവൻ നെറ്റ്വർക്കിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിലിരിക്കുന്ന പകുതി പേർക്ക് തലയിൽ കയറിയിട്ടുണ്ടാവില്ല. എനിക്കറിയാത്. കാരണം എംപ്റ്റി കപ്പ് ആദ്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. ഇതുവരെ പഠിച്ചിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ PhD അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തൊക്കെയുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ഒന്നുമില്ല, ഞാൻ ഫ്രഷ് ആണ്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സംരംഭത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നെറ്റ്വർക്കിൽ നിങ്ങൾ അറിയാം, കുറെ പേര് വരുന്നുണ്ട്. അവരെന്തുകൊണ്ട് ഫെയിൽ ആവുന്നു? കാരണം നമ്മൾ ഈ പറയുന്നതൊന്നും അവരുടെ തലയിലേക്ക് കയറില്ല. അപ്പൊ ആദ്യം നമ്മുടെ കപ്പ് എംപ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. നിങ്ങൾ നെറ്റ്വർക്കിൽ വരുന്ന നിങ്ങളുടെ ഏതൊരു ഡൗൺലൈൻസിന്റെ അടുത്തും പറഞ്ഞു കൊടുക്കേണ്ട സ്റ്റോറി ഇതാണ്. ആദ്യം നിങ്ങളുടെ കപ്പ് എംപ്റ്റി ചെയ്യുക. അത് നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ഈ ഒരു ഇതിൽ വിജയിക്കില്ല. കാരണം നമുക്ക് വേണ്ട പല കാര്യങ്ങളും പലരും നെറ്റ്വർക്കേഴ്സ് 2 ചെവിയും കൂർപ്പിച്ച് നിൽക്കണം. എവിടെ നിന്നാണ് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക? ഓക്കെ, അപ്പൊ എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കാൻ തയ്യാറാവണം. അല്ലാതെ ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളാണ്, എന്നെ ഒന്നും പഠിപ്പിക്കരുത്. ഈവൻ ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ലിമിറ്റേഷനും ഇല്ല, ഇത് ഇങ്ങനെ നീണ്ടുപോകുന്ന സംഭവമാണ്. അപ്പൊ കപ്പ് എംപ്റ്റി ആക്കാതെ നമുക്ക് ഈ സംഭവത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര പ്രായം, ചിലപ്പോ നിങ്ങൾക്ക് 20 വയസ്സായിരിക്കാം, 30 വയസ്സായിരിക്കാം, 50 വയസ്സായിരിക്കാം, 60 വയസ്സായിരിക്കാം, 70 വയസ്സായിരിക്കാം. എന്നാൽ പോലും നമ്മൾ ഈ ഒരു സംരംഭത്തെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങള് മുമ്പ് പറയായിരിക്കും, അതായത് നെറ്റ്വർക്കിൽ വിജയിക്കുന്നവരൊക്കെ മണ്ടന്മാരാന്ന് പറയും. അവനൊരു പൊട്ടനാണ്, അതാണ് അവൻ വിജയിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശരിയാണ്, അവൻ ഒരു പൊട്ടനാണ്, അവൻ ലീഡറുമാണ്, അതേപടി അവൻ ചെയ്തു. അവൻ വേറൊന്നും അതിന്റെ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തില്ല. നമ്മളെന്താ ചെയ്യണത്? നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ യൂട്യൂബിൽ ഒരാൾ പറഞ്ഞു കേട്ടു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കേട്ടു വിടുന്നു, അപ്പൊ അതൊക്കെ ആഡ് ചെയ്തു. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ആളുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അത് ഫ്ലോപ്പായി. എന്നിട്ട് നമ്മൾ ലീഡറെ കുറ്റം പറയും.
അല്ലെങ്കിൽ കമ്പനിയെ കുറ്റം പറയും. അപ്പൊ ഇവിടെ കപ്പ് എംപ്റ്റി ആക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഇത് എത്ര ദിവസം കൂടുമ്പോഴാണ് ഇത് എംപ്റ്റി ആക്കേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒക്കെ നിങ്ങൾ പറഞ്ഞു, ഓക്കെ ഞാൻ എന്റെ കപ്പ് എംപ്റ്റി ആക്കി, ഇനി ഞാൻ ബിസിനസ്സിൽ ഇറങ്ങാണ്. ഇത് എത്ര ദിവസം കൂടുമ്പോ എന്നല്ല. ഇതിപ്പോ ഞാൻ ഈ സ്റ്റോറി പറയുമ്പോ നിങ്ങൾ പറയും, ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ കപ്പ് എംപ്റ്റി അല്ല എന്നുള്ളതാണ്. ഞാനിപ്പോ ഈ പറയുന്നത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കണ ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡേഴ്സ് പിന്നെയും പറയും. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അതല്ലാതെ ഞാൻ അത് കുറെ കേട്ടിട്ടുണ്ട്, ഓക്കെ എന്നെ ആരും പഠിപ്പിക്കണ്ട എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരില്ല. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഡെയിലി ബേസിസിൽ നിങ്ങൾ ഇത് കപ്പ് എംപ്റ്റി ആക്കണം. ഡെയിലി എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കപ്പ് എംപ്റ്റി, വേറെ ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനോടൊപ്പം എൻ്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും ഇന്നത്തോടു കൂടി ഞാൻ അത് ക്ലിയർ ചെയ്യുകയാണ്. എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുക്കാൻ തയ്യാറാവുന്നു. അപ്പൊ ഈ ഒരു സംരംഭം, അതായത് ഈ ഒരു എംപ്റ്റി കപ്പ് എന്നുള്ളൊരു സംഭവം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡൗൺലൈൻസിൽ പഠിപ്പിക്കുക. ഇപ്പൊ നിങ്ങളെല്ലാം ഫേസ് ചെയ്യും, അതായത് കുറെ ആളുകൾ നിങ്ങളുടെ നെറ്റ്വർക്കിൽ വരും, പഠിച്ചിട്ടുള്ള ആളുകൾ, വളരെയധികം വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റേതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കയറി വരും. അപ്പൊ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കേസ് ഇതാണ്. ചിലപ്പോ ഡോക്ടർ വന്നിട്ട് പറയും ഞാൻ ഡോക്ടറാണ്, ഡോക്ടർ ആയതുകൊണ്ട് താങ്കൾ ഡോക്ടർ എന്ന വിഭാഗത്തിൽ താങ്കൾ അഗ്രഹണനായിരിക്കാം, പക്ഷെ നെറ്റ്വർക്കിൽ താങ്കൾ 0 ആണ്. താങ്കൾക്ക് നെറ്റ്വർക്കിംഗ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കപ്പ് എംപ്റ്റി ചെയ്യൂ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കും. ഈ ഒരു മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യുക. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അയാൾ ഡോക്ടർ ആവട്ടെ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവട്ടെ, ഇന്ത്യന്റെ പ്രസിഡന്റ് ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നെറ്റ്വർക്കുകളാണ്. പ്രധാനമന്ത്രിയൊക്കെ വേറെ തലത്തില്. അപ്പൊ അവിടെ നമ്മൾ ഒരിക്കലും ഭയം എന്നൊരു സംഭവം പാടില്ല. കാരണം ഇതൊരു ബിസിനസ്സാണ്, വെറുതെ നമ്മൾ തമാശ കളിക്കാനുള്ള സംഭവം അല്ല. ആ ഒരു മൈൻഡിൽ എടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം സമയം കുറെ പോവുകയാണ്. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനിയും ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിലാവാം. കാരണം നമ്മളിങ്ങനെ എല്ലാ ഇൻഫർമേഷനും കൂടി ഒരുമിച്ച് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ഓവർഫ്ലോ ആവും. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം എന്റെ കത്തി കേട്ടിരുന്നതിന്. ഓക്കെ, അരിവാളാണ് ദിനരാജ് സാറിനെ, ഓക്കെ ഇത്രയും ലോറഡ് ഇൻഫർമേഷൻ തന്ന സാറിനെ നിങ്ങളുടെ സീറ്റിൽ നിന്നും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും, നമ്മുടെ 167 മെമ്പേഴ്സും നിങ്ങളുടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റിട്ട് കൈ ശരിക്കും മാക്സിമം സൗണ്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോവാം. എല്ലാവരും താങ്ക് യു. ഓൾ റൈറ്റ്, നിങ്ങൾ ഇപ്പോൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കപ്പിനിയും ശൂന്യമായിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് എന്നെ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ 5 പേർ എന്റെ സ്ക്രീനിൽ കണ്ടവർ എഴുന്നേറ്റിട്ടില്ല. അതിന്റെ അർത്ഥം ദിനരാജ് സാർ ഇത്ര സിമ്പിൾ ആയിട്ട് സ്റ്റോറി പറഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കിസ് ചെയ്തിട്ട്, എന്താണ് കിസ്? കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട് അല്ലെ? ഹൈറിച്ചിന്റെ പ്ലാൻ കിസ് ചെയ്യാനാണ് സാർ പറയുന്നത്. സോ യു കിസ് ഹൈറിച്ച് പ്ലാൻ എവറി ഡേ. കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട്. കിസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എവറി ഡേ. ആൻഡ് ഇന്ന് ശരിക്കും ദിനരാജ് സാർ ഈ പറഞ്ഞ സ്റ്റോറി ഞാൻ കേട്ടിട്ടില്ല. ആൻഡ് ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യത്തെ തവണയാണ് ഞാൻ കേൾക്കുന്നത്. സാറേ, ഞാനാണ് ആദ്യം ഈ കപ്പിനെ എംപ്റ്റി ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ഫീൽ. ഓക്കെ, ഗ്രേറ്റ്. സാറ് പറഞ്ഞ 2 ഇൻഫർമേഷനെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നിർത്തുവാണ്. ഇന്ന് മറ്റൊരു ഇൻഫർമേഷനും ഇല്ല, ഇന്ന് സക്സസ് സ്റ്റോറീസ് ഒന്നും ഇല്ല, സ്ക്രീൻ ഷെയറിംഗ് ഇല്ല. സോ ഒന്നാമത്തെ കാര്യം, 2004 ആയിരുന്നു
1500 രൂപയ്ക്ക് ഒരു പാരലൽ കോളേജിൽ അധ്യാപകനായി, ഇംഗ്ലീഷിന്റെ അധ്യാപകനായി എന്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കേളകം എന്ന് പറയുന്ന നിർമ്മല കോളേജ്, ഒരു ഓലമേഞ്ഞ കെട്ടിടം. എന്റെ പ്രായം വളരെ ചെറുതാണ്, 23 വയസ്സ് കഷ്ടിച്ചു. അന്ന് 1500 രൂപയ്ക്ക് എനിക്ക് ആദ്യത്തെ ജോലി തന്ന എന്റെ എംപ്ലോയറിന്റെ പേര് പൗലോസാണ് എന്ന് ഞാൻ ഓർക്കുന്നു ആ മനുഷ്യനെ. പക്ഷെ ആദ്യത്തെ ശമ്പളം എന്റെ കയ്യിലേക്ക് വെച്ച് തന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഒരു സെന്റൻസ് പറഞ്ഞു, ജിനൽ, ദിസ് ഡസന്റ് സ്യൂട്ട് യുവർ ടാലന്റ്. നിന്റെ കഴിവിന് ചേരുന്ന സംഖ്യ അല്ല എന്നറിയാം, നീ തൃപ്തനല്ല എന്നറിയാം, നിനക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്നും എനിക്കറിയാം. ഞാൻ സാറിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സർ, വാട്ട് എവർ ഇറ്റ് ഈസ്, 6 മാസം ഞാൻ സാറിന്റെ കൂടെ ഉണ്ടാവും. 7ാമത്തെ മാസം സാറ് മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ 6ാമത്തെ മാസം എനിക്ക് മറ്റൊരു ജോബ് ഞാൻ കണ്ടെത്തുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു ബിഗ് ടൗൺ ആയ ഇരിട്ടിയിലേക്ക് ഞാൻ മാറുന്നു. അവിടെ ചെന്നപ്പോൾ ദിനരാജ് സാർ പറഞ്ഞ പോലെ 2 ഓപ്ഷനാണ് എന്റെ ഇന്റർവ്യൂവർ, ഒരു അഡ്വക്കേറ്റ് എന്റെ മുമ്പിലേക്ക് വെച്ചത്. ജിനലിന് 5000 രൂപയുടെ സാലറിക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കമ്മീഷൻ ബേസിസിൽ വർക്ക് ചെയ്യാം. എന്നോട് പറഞ്ഞു, ഇവിടെ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് മാത്രമേ ഉള്ളൂ, ആ സ്റ്റുഡന്റിന്റെ പേയ്മെന്റ് കഴിഞ്ഞ അധ്യാപകന് കൊടുത്തു കഴിഞ്ഞു. യുവർ ചോയ്സ് ഈസ് ടു സ്റ്റാർട്ട് ഫ്രം ദ സീറോ. താങ്കൾക്ക് നാളെ മുതൽ വിദ്യാർത്ഥികളുടെ വരുമാനത്തിൽ നിന്നും 30% കമ്മീഷൻ തരും. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി 2500 രൂപയ്ക്ക് ജോയിൻ ചെയ്താൽ അതിന്റെ 30% എനിക്കാണ്. ഞാൻ 1 മിനിറ്റ് കണ്ണടച്ചു നിന്നു. കാരണം ലൈഫിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല, സെയിൽസ് എക്സ്പേർട്ട് അല്ല. അപ്പോൾ റിസ്ക് എടുക്കണോ, സാലറി ചൂസ് ചെയ്യണം? ഞാൻ ദൈവത്തിനോട് ഒരു ആലോചന നടത്തി. ഞാൻ സാലറിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ എഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഐ ടുക്ക് അപ്പ് ദ കമ്മീഷൻ. ഞാൻ കമ്മീഷൻ ഏറ്റെടുത്തു. ഞാൻ തന്നെ ക്ലയൻസിനെ കണ്ടെത്താൻ തുടങ്ങി. കാരണം എനിക്ക് മാസാവസാനം വരുമ്പോൾ 10,000 രൂപ കിട്ടണമെങ്കിൽ കോളേജ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ മൾട്ടിപ്പിൾ സ്പിരിറ്റിൽ ഞാനും പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യ മാസം ഞാൻ 15,000 രൂപ ഉണ്ടാക്കി. അങ്ങനെ എന്റെ കരിയർ 2012 സെപ്റ്റംബർ 13-ാം തീയതി ഞാൻ ഒരു ടീച്ചർ എന്ന കുപ്പായത്തിൽ നിന്നും ഒരു കോളേജിന്റെ ഓണർ എന്ന കുപ്പായത്തിലേക്ക് മാറുമ്പോൾ 26,000 രൂപയായിരുന്നു എന്റെ കമ്മീഷൻ ആസ് എ ടീച്ചർ. ശരിക്കും ഞാൻ പറയാണ്, കമ്മീഷൻ അല്ലെങ്കിൽ സെയിൽസ് ഇൻസെന്റീവ്സ് ഓർ പ്രൊമോഷണൽ ഇൻസെന്റീവ്സ്, ഇതാണ് സാലറിയെക്കാട്ടും എപ്പോഴും എന്നെ പ്രചോദിപ്പിക്കുന്ന ഘടകം. 2ാമത്തെ ഇൻഫർമേഷൻ, ഇന്നലെ മാത്രം എന്റെ വാഷ് ഔട്ട് നടന്നത് 26,000 ബിസിനസ് വോളിയമാണ്. ദിനരാജ് സാർ പറഞ്ഞു, തുടക്കത്തിൽ ലീഡേഴ്സ് ഡൗൺലൈൻസിനോട് പറയും ഒന്ന് പിടിച്ചു വെക്കാൻ ശ്രമിക്കൂ. സർ, ഇന്ന് എന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 60,000 70,000 വാഷ് ഔട്ടുകൾ നടന്ന ദിവസങ്ങൾ കഴിഞ്ഞ ആഴ്ചകൾ എനിക്കുണ്ടായിരുന്നു. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന 157 മെമ്പേഴ്സിനോട് ഞാൻ പറയുന്നു, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 2020 ഫെബ്രുവരി 3-ാം തീയതി ഷാർജയിൽ നിന്നും ഞാൻ അസോസിയേറ്റ് ചെയ്തപ്പോൾ ഒരു മനുഷ്യനും ജിനിൽ എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ അവസരങ്ങളെ ചോദിച്ചു മേടിക്കുകയും എന്റെ ടീമിനെ വളർത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഞാൻ തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഹൈറിച്ചിൽ ഒരു പക്ഷേ നിങ്ങളെങ്കിലും എന്നെ അറിയും. ഈ മാസം ജൂലൈ മാസം മാത്രം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന ഈ പ്രസ്ഥാനം എനിക്ക് തന്നത് 4.25 ലക്ഷം രൂപയാണ്. എന്നാൽ ജൂൺ മാസം എനിക്ക് കിട്ടിയത് 3,92,000 രൂപയാണ്. എന്നാൽ ഓഗസ്റ്റ് മാസം ഞാൻ നേടാൻ ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും 6 ലക്ഷം രൂപയാണ്. ഒരു മാസം 1 ലക്ഷം രൂപയുടെ വർധനവാണ് ഞാൻ സ്വയം ടാർഗറ്റ് ഏറ്റെടുത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് കമ്പനികളിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ് അതിന്റെ വീക്ക്നെസ്. എന്താണ്? ഇവിടെ ഒരു ബോസും ഇല്ല. നിങ്ങളാണ് നിങ്ങളുടെ ബിസിനസിന്റെ ബോസ്. ജിനിലാണ് ജിനിലിന്റെ ബിസിനസിന്റെ ബോസ്. ഇവിടെ ഒറ്റ പ്രത്യേകതയുണ്ട്,
ഫോർ എക്സാമ്പിൾ, ഷാഹിറിന് ഈ മാസത്തെ ടാർഗറ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഷാഹിറാണ് ഷാഹിറിന്റെ ടാർഗറ്റ് ടേക്കപ്പ് ചെയ്യുന്നത്. സുഭാഷ് സാറിന് ആരും ടാർഗറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സുഭാഷ് സാറാണ് സുഭാഷ് സാറിന്റെ ടാർഗറ്റ് ഏറ്റെടുക്കുന്നത്. നമ്മൾ നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്തില്ല എങ്കിൽ പോലും നമ്മളോട് ആരും പറയാനില്ല. പക്ഷെ അതാണ് അതിന്റെ വീക്ക്നെസ്. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിക്കം എ വിന്നർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, 18 മാസം മുമ്പ് ഹൈറിച്ചിൽ ഞാൻ അംഗത്വം എടുത്തപ്പോൾ ആദ്യത്തെ 35 പേര് എന്നോട് നോ പറഞ്ഞു. എനിക്ക് അവിടെ വെച്ച് നിർത്തിപ്പോകാമായിരുന്നു. അതുകൊണ്ട് പുതിയതായി ഇന്ന് 1 മാസം മുമ്പ് അസോസിയേറ്റ് ചെയ്യുകയോ 2 ആഴ്ച മുമ്പ് അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്ത യങ് ഓണ്ടർപ്രണേഴ്സിനോട്, ന്യൂ ബോൺസിനോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാവുള്ളൂ. നിങ്ങൾ അറിവ് സമ്പാദിക്കുക. ദിനുരാജ് സാറ് പറഞ്ഞു തന്ന അതേ കാര്യം ഒരു empty കപ്പായിട്ട് മാക്സിമം ഇന്നു മുതൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ തിയറിയിലേക്ക് നിങ്ങൾ സ്വയം പ്ലഗ് ഇൻ ചെയ്യുക. ഷാഹിർ സാറെ, സുഭാഷ് CV സാറിന്റെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സാറാണ് നമ്മുടെ ദിനുരാജ് സാറിന് ഇന്ന് വോർഡ് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തുന്നത്. ഇന്നത്തെ ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിനും ആക്ച്വലി താങ്ക്സ് പറയാൻ വേണ്ടി വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ സുഭാഷ് സാറിനെ സ്വാഗതം ചെയ്യും. യെസ് സർ, പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഊർജം കിട്ടുന്നതാണ്. കാരണം നമുക്ക് ദിനരാജ് സാറിന്റെ അടുത്ത് ആ കിട്ടിയ ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് നല്ലൊരു സമയത്താണ്. നമ്മളെല്ലാ ആളും വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഗ്രോത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കൃത്യസമയത്താണ് നല്ലൊരു അപ്ഡേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, വാഹനങ്ങളുടെ വേഗത കൂട്ടാൻ വേണ്ടി ചില ബസ്സുകൾ ഡീസലിന്റെ കൂടെ ഒരു അല്പം പെട്രോളൊക്കെ മിക്സ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, വേഗത കൂട്ടാൻ വേണ്ടി. അതേപോലെ നമ്മളുടെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹൈറിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ വ്യക്തികളും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വലിയ രീതിയിൽ വിജയം നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളുടെ മനോഭാവമാണ്, നമ്മുടെ ഓരോരുത്തരുടെ മനോഭാവമാണ് നമ്മളെ വിജയിയായി സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഈ ഒരു ഹൈറിച്ചിന്റെ നമ്മുടെ MD പ്രതാപൻ സാറോടും അതുപോലെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം വളരെ നല്ല ഇൻഫർമേഷനും നമുക്ക് വേണ്ടി നമ്മുടെ ഈ വിജയമന്ത്രങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന നമ്മുടെ ഗ്രേറ്റ് CEO നമ്മുടെ ദിനരാജ് സാറിനും, അതുപോലെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് ഇന്ന് വളരെയധികം നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഒരുക്കിക്കൊണ്ട് ജിനിൽ ജോസഫ് സാറിനും, അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളുമാണ്. നമ്മൾ ഇത്രയും ആളുകൾ വളരെ നേരത്തെ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നമ്മൾ ഓരോ വ്യക്തികളാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. എല്ലാ ആളുകൾക്കും വലിയൊരു താങ്ക്സ്, ബിഗ് സല്യൂട്ട് സാർ, ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ തന്നതുപോലെ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. Great. Shahir sir? Sir. Fine, it's over.